Good morning, dears. Here we are again with the textbook Crossing the Borders Malayalam Literature in English Translation. Today we will discuss a short story that is Scooter, written by Sarah Joseph. Sarah Joseph in a short story, Scooter എന്ന് പറയുന്നത്. So it's a very easy story, of course, അല്ലേ നമുക്കറിയാം. എന്നാലും അല്ലേ അതിനപ്പുറത്തോട്ട് എന്തെങ്കിലും ഒക്കെ കിട്ടുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ അല്ലേ എപ്പോഴും നമ്മുടെ ചോദ്യം അതാണ്, പരീക്ഷ പേപ്പർ നിറക്കാനുള്ള എന്തെങ്കിലും കിട്ടുമെന്നാണ്. So let's see. Take page number 176. As is customary, we will begin from the discussion of the writer, Sarah Joseph. സാറ ജോസഫ് എന്ന് പറയുമ്പോൾ അല്ലേ നമുക്ക് എന്താ ഓർമ്മ വരിക? ഒരു എഴുത്തുകാരി എന്നതിനപ്പുറത്തോട്ടല്ല, നമ്മൾ അവരെ പലപ്പോഴും അല്ലേ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആക്ടിവിസ്റ്റായിട്ട് അല്ലേ പലതിൻ്റെയും മുമ്പിൽ നിൽക്കുന്നതാണ്. സോ പലതരം പ്രശ്നങ്ങളിൽ അല്ലേ ഇടപെടുന്നതാണ്. സോ ഒരു ഫെമിനിസ്റ്റ് ആണ്, ഒരു ആക്ടിവിസ്റ്റ് ആണ്. ഷി വാസ് ബോൺ ഇൻ 1946 ഇൻ തൃശൂർ. ആരുടെ മകളായിട്ടാണ് ജനിക്കുന്നത്? ലൂയിസ് ആൻഡ് കൊച്ചുമറിയ. ലൂയിസിന്റെയും കൊച്ചുമറിയുടെയും മകളായി ജനിക്കുകയാണ്. She got married at the age of 15. 15 വയസ്സിൽ കല്യാണം കഴിയുകയാണ്. When she was studying in the 9th standard. But after that she completes her teacher's training and worked as a teacher. അതിനുശേഷം അവർ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. She has taken her a bachelor's and a master's in Malayalam. So മലയാളം സാഹിത്യത്തിലായിരിക്കാം അല്ല അവരെന്ത് ചെയ്തിട്ടുള്ളത്, ഡിഗ്രിയും അല്ല PGയും ചെയ്തിട്ടുള്ളത്. And she worked as a professor of Malayalam at a Sanskrit college, Pattambi. So പട്ടാമ്പി സംസ്കൃത കോളേജിൽ എല്ലാവരും ഒരു പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തു. She has 2 daughters. Then she won the Muttattu Varki Award for her collection of short stories, പാപത്തറ എന്ന് പറയുന്ന വളരെ ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു വർക്കാണ്. സോ അത് എപ്പോഴാണ്? 2011 അല്ല 2011 പബ്ലിഷ് ചെയ്യുന്നത്. ഇനി ടെക്സ്റ്റിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, അതെന്തൊക്കെയാണെന്ന് നോക്കാം. Take page number 176, 176 എടുക്കുക. There you can see the context, both of the author and of the story. So first we will start from the writer. Sarah Joseph, who was born in 1946, is a novelist and a short story writer in Malayalam. She has been in the forefront of the feminist movements in Kerala and is the founder of Manushi. So Manushi, അത് കാര്യം പറയാം അല്ലെ. മാനുഷി എന്ന് പറയുന്ന ആ ഒരു സംഘടന എന്ന് പറയാം അല്ലെ. അതായത് ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് അല്ലെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഇത് മാനുഷി. She won the Kendra Sahitya Academy Award for her novel Alahayude Penmakkal. That means Daughters of God the Father. A story Scooter is one of the finest stories that discusses family as a decayed system. So എന്താണ് ഫാമിലി എന്നുള്ള ആ ഒരു സിസ്റ്റം. സോ അതിൻ്റെ ആ ഒരു ദ്രവിച്ച അവസ്ഥകൾ അല്ലെ എന്തൊക്കെയാണ് ആ ഒരു അല്ലെ ഒരു പുരുഷനും സ്ത്രീയും. ഇത് ഒരുപാട് പറയേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരു ഡിസ്കഷന് തന്നെ വെക്കേണ്ട ഒരു കാര്യമാണ് അല്ല ആധുനിക ലോകത്തെ ഒരു ഫാമിലിന്റെ ആവശ്യകത. whether we really need a family എന്നുള്ള ഒരു ഐഡിയ അല്ലെ. ഫാമിലി എന്നുള്ളത് എന്താണ്? ഈ രജിസ്റ്ററോ അല്ലെ ഓഫീസിലും അവിടെ പോയിട്ട് അല്ലെ ചെയ്യുന്ന ഒപ്പാണോ അല്ല എന്താണ് നമുക്ക് ആ ഒരു ഐഡിയ കൊണ്ടുതരുന്നത്? whether we should build our family on such a contract or rather than on love. സോ ഒരുപാട് ചോദ്യം അല്ലെ ചോദിക്കേണ്ടി വരും. നമുക്ക് നോക്കാം. It was published in the collection titled Papattara. So this story is taken from a collection Papattara. As we said, that book won the Muttattu Varki Award in 2011. The Scooter
a favorite vehicle of the middle-class nuclear families of the 1980s is used as a symbol of family. സോ ഇവിടെ സ്കൂട്ടർ എന്ന് പറയുന്നത് അല്ലെ, സ്കൂട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ എന്താണ്, പക്ഷെ ആ ഒരു കാലഘട്ടം അല്ലെ ഒരുവിധം മാറി വരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. കാരണം അല്ലെ കാലം വളരെ വേഗം അല്ലെ, ടൈം ഹാസ് സ്പീഡഡ് അസ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. കാലം നമ്മളേക്ക് അല്ലെ നമ്മുടെ കാലുകൾക്കും കൂടി എന്താണ് വീലുകൾ വെച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സ്കൂട്ടർ വായിക്കുമ്പോൾ അല്ലെ ഞാൻ ഒരിക്കലും പറയില്ല ഇതൊരു മിഡിൽ ക്ലാസ് സ്റ്റോറിയാണെന്ന്. സോ ഇറ്റ് വാസ് എ സ്റ്റോറി ഓഫ് എ ടൈം എന്ന് പറയേണ്ടി വരും അല്ലെ. സ്കൂട്ടറിന്റെ സാറാ ജോസഫിന്റെ സ്കൂട്ടറിന്റെ കാലം അല്ലെ കഴിഞ്ഞു പോയോ എന്ന് ചോദിക്കേണ്ടിയും വരും നമ്മൾ. എന്തുകൊണ്ടാ? കാരണം ഇന്ന് അല്ലെ എന്താണ് ഒരു വളരെ താഴ്ന്ന അല്ലെ ഒരു ആള് പോലും അല്ലെ വളരെ എന്താണ് ലോവർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു പുവർ പീപ്പിൾ അല്ലെ, പുവർ ആയിട്ടുള്ള ഒരു മാൻ ആണെങ്കിൽ പോലും അവന്റെ വീട്ടിലൊരു ആംബസഡർ കാറ് അല്ലെ കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അല്ല അവന്റെ വീട്ടിൽ പോലും എന്തുണ്ട്, ഒരു വാഹനം അല്ലെ ഇല്ലാത്തൊരു വീടില്ല എന്നുള്ള ഒരു അവസ്ഥയാണ്. സോ ഇങ്ങനെയല്ല നമ്മുടെ ആളുകളുടെ ആ ഒരു എന്താ പറയാ ഉപഭോഗ സംസ്കാരത്തിനും അല്ലെങ്കിൽ എന്താ അങ്ങനെയുള്ള തൃഷ്ണകൾക്കുമുള്ള ആ ഒരു ചായ്വ് അല്ല എത്രത്തോളം മാറിക്കഴിഞ്ഞു എന്നുള്ള ഒരു ലോകത്തിരിക്കുമ്പോൾ സാറാ ജോസഫിന്റെ സ്കൂട്ടറിന്റെ സാധ്യത ഇപ്പോഴും എന്താണ് എന്നുള്ളതാണ്. സോ ഒരു ഫാമിലി അല്ലെ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് അല്ലെ ഈ സ്റ്റോറി ഒരുപാട് അല്ലെ കാര്യങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. അതൊരു വളരെ വലിയൊരു ഡിസ്കഷൻ തന്നെ വെക്കേണ്ട ഒരു കാര്യമാണ്. ഫാമിലി എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ, ആ ഒരു നമുക്ക് എന്ത് പറയാം പ്രസ്ഥാനം എന്ന് തന്നെ അങ്ങ് പറയാം അല്ലെ. എടുത്തിട്ട പോലെ നമ്മളങ്ങ് പറയാണ് ഒരു പ്രസ്ഥാനം അല്ലെ. പുരുഷനും ഒരു സ്ത്രീയും സ്വമേധയാ തയ്യാറായി വന്ന് അല്ലെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് എന്നിട്ട് എന്താണ് ജീവിതകാലം മുഴുവൻ അല്ലെ ഒരു ചീമുട്ട പോലെ അല്ല ആ ഒരു കോൺട്രാക്റ്റും പിടിച്ച് അല്ലെ ഇങ്ങനെ സ്വയം നാറി നിൽക്കുന്ന ആ ഒരു സിസ്റ്റം അല്ലെ, ആ ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു ഐഡിയ. സോ അവിടെ ഐ എം നോട്ട് അഗൻസ്റ്റ് ഫാമിലി. ഓഫ് കോഴ്സ് ഫാമിലി അല്ലെ അതിൻ്റെതായ സാക്രിഡ്നെസ് അല്ലെ ഉണ്ട് ഫാമിലി എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിന്. ബട്ട് നമ്മൾ എന്താണ് രണ്ട് ചിന്തിക്കാൻ കഴിവുള്ള ഒരു ആൾക്കാർ എന്നുള്ള നിലയിൽ അല്ലെ ഇന്നത്തെ ആൾക്കാർ എന്താണ് ആ ഒരു സാധ്യത ഒരുപാടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലെ ഡിവോഴ്സ് ആണ് മുഴുവൻ. ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. സോ ഒത്തുപോകാൻ പറ്റാത്തവർ അങ്ങനെ ഒരു അല്ലെ വേർപാടിന് നിൽക്കണമോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ട്. എന്തിന് why should we choose to continue with the idea of the traditional, what we can say, the patriarchal, the very kind of thing that a tradition always has made a burden on us. അല്ല എന്തിനു നമ്മൾ അത് ചെയ്യണം? കാരണം ഒരിക്കലും നമ്മളല്ലേ ഒരു ഭൗതിക സുഖമോ നമ്മളുടെ അല്ലേ എന്താണ് അവസ്ഥ എപ്പോഴും എന്താ പറയാ നമ്മള് ഒരു പുരുഷൻ നിങ്ങൾ ഇമാജിൻ ചെയ്യും, ജസ്റ്റ് ഇമാജിൻ മെയിൽ അല്ലെ അവന് ഒരു വയസ്സ് കഴിഞ്ഞാൽ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം. കാരണം കുറച്ച് കഴിയുമ്പോൾ അവരെന്ത് ചോദിക്കും ആൾക്കാർ അല്ലെ, ആൾക്കാർക്കാണ് എപ്പോഴും ഇറിറ്റേഷൻ അല്ലെ, ഇച്ചിങ് എന്ന് തന്നെ പറയാം അല്ല, അത് എപ്പോഴും ആൾക്കാർക്കാണ്. അവർ ചോദിച്ചുകൊണ്ടിരിക്കും എന്താ മോനെ അല്ലെ ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ അല്ലെ, ഇങ്ങനെ നടന്നാൽ മതി അല്ലെ, അവസാന നിമിഷം വെള്ളം കോരിത്തരാൻ കുറച്ചല്ലേ വായിലോട്ട് വെള്ളം കോരിത്തരിക എന്നുള്ളതാണ്. സോ അതിന് അല്ലെ ആരെങ്കിലും വേണ്ടേ? സോ നമ്മൾ ആലോചിക്കുക എന്തൊരു മണ്ടത്തരമാണ് അല്ലെ, അങ്ങനെ എത്ര ആൾക്കാർ മരിക്കുന്നു ഇപ്പൊ കല്യാണം കഴിച്ചത് കൊണ്ട് അല്ലെ. ഒരു ഫാമിലിയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുണ്ടോ? സോ ഐ എം നോട്ട് ടോക്കിംഗ് അഗൈൻസ്റ്റ് മാരേജ്. I'm talking against the foolishness of coming to a what we can say a tie, the sacredness of a tie അല്ലെ, ആ ഒരു the sacredness of a promise എന്ന് പറയാം അല്ലെ, ആ ഒരു വാഗ്ദാനത്തിൽ അല്ലെ ഒരു പ്രോമിസുമായിട്ട് വരുന്നവരാണ് രണ്ടാൾക്കാർ അല്ലെ. ഞാൻ ഇവൾക്ക് അല്ലെങ്കിൽ ഞാൻ ഇയാൾക്ക് അല്ലെ എന്നുള്ള രീതിയിൽ പറഞ്ഞ് അല്ലെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നവർ അവരല്ലേ ശരിക്കും എന്താണ് എത്രത്തോളം ചീഞ്ഞ് നാറുന്നു സ്വയം അല്ലെ എന്നുള്ളതാണ്. പലപ്പോഴും അത് അല്ലെ വീടിന്റെ പുറത്തോട്ട് എത്തുക, അപ്പോഴാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെ ഒരു അവസ്ഥ വീടിന്റെ പുറത്തോട്ട് എത്തിക്കുക അല്ലെങ്കിൽ അതിനൊരു അവസരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ നാറ്റക്കേസ് വരെ ഇല്ല. പക്ഷെ നമ്മൾ സൊസൈറ്റിയെ പേടിക്കാത്തവരാണെങ്കിൽ അതിനൊന്നും ഒരു പ്രശ്നമില്ല അല്ല, ഒരു കാര്യത്തിനും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്നുള്ളതാണ്. ബട്ട് അല്ലെ സൊസൈറ്റിയെ പേടിച്ചുകൊണ്ട് അല്ലെ ഈ ഒരു പ്രസ്ഥാനത്തിലോട്ട് എടുത്തു ചാടിയ ആൾക്കാർ ആണെങ്കിൽ അല്ലെ അവരെന്താണ്
അവരല്ലേ സ്വയം നാറുകയും ചെയ്യും അല്ലെ. നമ്മുടെ ഈ കഥയിൽ കാണും പോലെ മറ്റുള്ളവരല്ലേ ആ ഒരു നാറ്റം പുറമെ അല്ലെ ഇങ്ങനെ വീട്ടിന്റെ പുറത്തോട്ട് ആ നാറ്റം ഇടക്കെങ്കിലും പുറത്തു ചാടുമ്പോൾ അല്ലെ അവരും അല്ലെ സഹിക്കേണ്ടി വരും എന്നുള്ളതാണ്. സോ ഈ കഥയിൽ അതാണ് കാണുന്നത്. അല്ലെ എന്തിന് നമ്മൾ ചോദിക്കും അല്ലെ ലാസ്റ്റ് മിനിറ്റ് ഒന്ന് കുറച്ച് വെള്ളം തരണ്ടേ മോനെ, അല്ലെ ആരെങ്കിലും വെള്ളം കുറച്ച് കോരിത്തരാൻ ആരെങ്കിലും വേണ്ടേ. സോ നമ്മൾ ആലോചിക്കുക അല്ലെ നമ്മുടെ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അല്ലെ അത്രയും അല്ലെ വലിയൊരു ലൈഫ്, അത്രയും വലിയൊരു എന്താ പറയാ കോൺട്രിബ്യൂഷൻ കൊടുക്കാനുള്ള ഒരു ടൈം അല്ലെ ലോകത്തിന് കൊടുക്കാനുള്ള ഒരു ടൈം നമ്മൾ എന്തിനു വേണ്ടി വേസ്റ്റ് ആക്കുന്നു. അവസാനത്തെ ആ ഒരു അല്ലെ ഒറ്റ സെക്കൻഡ് ആയിരിക്കും ആ ഒരു വെള്ളത്തുള്ളിക്ക് വേണ്ടി നമ്മൾ വേസ്റ്റ് ആക്കണം. വി ഹാവ് ടു തിങ്ക് ഓഫ് ഇറ്റ് അല്ലെ. എത്ര മണ്ടത്തരമായ ഒരു കാര്യമാണ് ഈ ആൾക്കാരല്ലേ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വേറെ രീതിയിലൊന്ന് സംസാരിക്കാം നമുക്ക്. കാരണം ഈ എഴുത്തുകാർ ഇതൊക്കെ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നതല്ലോ. എൻ്റെ ഒരു പേഴ്സണൽ ഐഡിയ ഒരിക്കലും അടിച്ചേൽപ്പിക്കലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇതാക്കലോ അല്ല. ബിക്കോസ് അല്ലെ യങ് തലമുറയ്ക്ക് അങ്ങനെ അടിച്ചേൽപ്പിക്കലല്ല ഞാൻ ചെയ്യുന്നത്. ജസ്റ്റ് ഐ ഷെയർ മൈ ഐഡിയാസ് വിത്ത് യു. അല്ലെ ഒന്ന് നിങ്ങളെ പ്രോബ് ചെയ്യിക്കുകയാണ് ആലോചിക്കാനായിട്ട്. നമ്മളല്ലേ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം. കാരണം നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ബോണ്ടിൽ എന്തിൻ്റെങ്കിലും ഒന്നും ഒരു പേരിൽ അല്ലെ അറ്റ്ലീസ്റ്റ് ഒരു വികാരത്തിന്റെ പേരിലെങ്കിലും അല്ലെ സെക്സ് എന്ന ഒരു വികാരം അതിന്റെ പേരിലാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്. ഇങ്ങനെ ഒരു കോൺട്രാക്റ്റിലോട്ട് അല്ലെ ഒരു ഉറപ്പുമില്ലാത്ത ഒരു കോൺട്രാക്റ്റിലോട്ട് ഒന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ ചാടാൻ. കാരണം ഫാമിലീസ് തകരുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ഒരു കുട്ടിക്കായിരിക്കും. നമ്മൾ ഈ സെക്സ്വൽ ബോണ്ട് അല്ലെങ്കിൽ ആ ഒരു അല്ലെ കാമം തീർക്കുക എന്നുള്ളതിന്റെ പേരിലൊക്കെ അല്ലെ പുരുഷന്മാർ പലപ്പോഴും അല്ലെ ഒരു കാലഘട്ടത്തിന്റെ അല്ലെ ഒരു എന്താ പറയാ ഒരു ഏജിന്റെ കാമം അങ്ങ് തീർക്കലാണ് അല്ലെ അതങ്ങനെ പൂത്തങ്ങ് വിളയാടലാണ്. സോ അതിനു വേണ്ടി അല്ലെ കല്യാണം കഴിക്കുന്ന പല ആൾക്കാരുണ്ട്. എന്നിട്ടോ ഉടനെ തന്നെ അത് മടുക്കുകയും ചെയ്യും അല്ലെ. അത് കഴിഞ്ഞാൽ ഇതൊരു ഇങ്ങനെ അല്ലെ കഴുത്തിൽ കെട്ടിയ ഒരു കുരിശ് പോലെ ഇങ്ങനെ കൊണ്ട് നടക്കലാണ്. സോ അപ്പോൾ അല്ലെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ആര് എന്നുള്ളതാണ്. സോ നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നുണ്ട് ഒരു ബോൾ പോലെയാണ് ആ കുട്ടി. നീ പിടിക്കേ, ഞാൻ പിടിക്കാം അല്ലെ വേണ്ട നീ പിടിക്കേ അല്ലെ ഇത് നിന്റെ കുട്ടി അല്ലെ എൻ്റെ കുട്ടി നിന്റെ കുട്ടി. സോ ഇത് എന്താണ് ഈ കുട്ടിയാണ് ഇതിൽ ഒരു ഫുട്ബോൾ ആവുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് പറഞ്ഞതല്ലോ എപ്പോഴും ഒരുപാട് ടോർച്ചർ. ഈ സ്റ്റോറിയിലെ കുട്ടിക്കല്ലേ നമുക്ക് എന്താണ് വളരെ ചെറിയൊരു ഒരു ഇൻഫാന്റ് ആണ് ഇത്, ഒരു ചെറിയ കുട്ടിയാണ്, കൈക്കുഞ്ഞാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അതിനത്ര അല്ലെ ചിന്താശേഷിയൊന്നും ഇല്ല. ബട്ട് അത് ഒരു അല്ലെ കുറച്ച് ഏജ് ആയിട്ടുള്ള ഒരു കുട്ടി അവന്റെ അവസ്ഥ അങ്ങനെ ആയിരിക്കില്ല അല്ലെ. ഒരു ചിന്തിക്കാൻ ശേഷിയുള്ളൊരു ആളാണെങ്കിൽ ഒരു കുട്ടിയാണെങ്കിൽ അല്ലെ ഒരു ഈ പാരൻസിന്റെ ഇടയ്ക്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് ഒരുപാട് അല്ലെ ഏറ്റവും അധികം സഹിക്കുന്നത് ഈ പാരൻസ് വിചാരിക്കും ഇവരാണ് എല്ലാം സഹിച്ചല്ലേ ഇങ്ങനെ ജീവിക്കുന്നത്. ബട്ട് അതിലും വലിയ ടോർച്ചർ ആയിരിക്കും. സോ വി ഹാവ് ടു തിങ്ക് ഓഫ് ഇറ്റ് അല്ലെ. വൈ ഷുഡ് വി റിയലി കം ടു ദ വാട്ട് വി ക്യാൻ സേ ദ സാക്രഡ്നെസ് ഓഫ് എ പ്രോമിസ്. അത് തന്നെ പറയേണ്ടി വരും എടുത്തിട്ട് അല്ലെ. ഇഫ് ഇറ്റ് റിയലി ഹാസ് എ ചാൻസ് ലൈക്ക് ദിസ്. സോ നമുക്ക് നോക്കാം ഇങ്ങനെ ഒരു അല്ലെ അവസരം, അതായത് അല്ലെ ഇങ്ങനെ ചീഞ്ഞു നാറാനുള്ള ഒരു അവസരം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ സമൂഹത്തിന്റെ പങ്ക് എന്ന് പറയുന്നത് ഒരുപാടാണ് അല്ലെ. ഒരു ഫാമിലിയിലെ മറ്റുള്ളവരാണെങ്കിലും അല്ലെ അവര് എന്താ ചെയ്യുക, ഒരു മെച്യൂരിറ്റി വരുന്നതിന് മുമ്പേ ഇവരെ ഇതിലോട്ടങ്ങ് അല്ലെ ആ ഒരു ഐഡിയ മനസ്സിലോട്ടങ്ങ് എറിഞ്ഞെറിഞ്ഞ് കൊടുക്കുകയാണ്. ഓക്കെ അല്ലെ, ഓക്കെ ഒരു കല്യാണമൊക്കെ കഴിക്കാനായി കേട്ടോ അല്ലെ, എന്താ പറയാ ഓക്കെ ചെക്കനെ അല്ലെ പൂതി മാറ്റാൻ ഒരു കല്യാണമൊക്കെ കഴിപ്പിക്കാനായി കേട്ടോ. സോ എന്താ ഇത് അല്ലെ, ആ ഒരു വേർഡാണ്, ഒരു ബ്ലഡി വേർഡ് അല്ലെ ദാറ്റ് പൂതി മാറ്റൽ. സോ ശരീരത്തെ അല്ലെ വെറും ഒരു എന്താ പറയാ സെക്ഷൽ ഫ്ലൂയിഡ് വരുന്ന ഒരു ഫാക്ടറി മാത്രമായിട്ട് കാണുന്ന ഒരു തരം അല്ലെ തറപരിപാടി എന്ന് പറയാം നമുക്ക്, അതാണ്. സോ ഇന്നത്തെ അല്ലേ തലമുറ അങ്ങനെ ഒരു എന്താ പറയുക അധപതനത്തിലേക്ക് വരരുത്. ഇറ്റ്സ് റിയലി ഫൂളിഷ്. യു ഹാവ് ടു അല്ലെ മെച്ചുവർ എന്നുള്ളതാണ്. ഒരു 25-30 വയസ്സായി എന്ന് വെച്ച് മെച്ചുവർ ആവണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ.
സോ മെച്ചഡായി അല്ലെ സ്വയം തീരുമാനിക്കാൻ ഒരു ചിന്താശേഷിയൊക്കെ വരുമ്പോൾ അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കുക എന്നുള്ളതാണ്. അല്ലാതെ എന്ത് ചെയ്യരുത്, വെറുതെ പോയിട്ട് ആരുടെയെങ്കിലും അല്ലേ കമ്പൽഷൻ, പാരൻസ് അല്ലേ മരിക്കാനായി ഇനിയിപ്പോ അല്ലെ എൻ്റെ കാര്യം കൂടി അല്ലേ ഉള്ളൂ, അപ്പൊ പിന്നെ ഞാനതങ്ങ് നടത്തി കൊടുത്തേക്കാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ അല്ലേ നിന്നാൽ ചിലപ്പോൾ എന്താണ് ജീവിതം തന്നെ വേസ്റ്റ് ആവുന്ന അവസ്ഥയാണ്. സോ ഡിസൈഡ് അല്ലെ വിച്ച് ഈസ് യുവർ ടൈം, വിച്ച് ഈസ് യുവേഴ്സ്, ഇറ്റ് ഈസ് അപ് ടു യു. യു ഹാവ് ടു ഡിസൈഡ്. ഒരു നല്ല ഒരു ആലോചനയോടെ വേണേ ഇതൊക്കെ ചെയ്യാനെന്നുള്ളതാണ്. Family is presented as an inescapable institutional bind for an individual regardless of the individual's consent or will. സോ എന്താണ് അല്ലെ നമ്മൾ എന്താണ് എന്തോ ഒരു പ്രചോദനത്തിന് എൻ്റെ പേരിൽ നമ്മൾ അങ്ങ് എടുത്ത് ചാടിപ്പോയി, പിന്നെ അതിൽ അങ്ങനെ കിടക്കുകയാണ് അല്ലെ, പിന്നെ ഒരു തിരിച്ചുപോക്കില്ല എന്നുള്ളതാണ്. സോ ആ ഒരു ബോധം അല്ലെ, തിരിച്ചുപോക്കില്ല എന്നുള്ള ബോധം തന്നെയാണ് ആ ഒരു ഇറിറ്റേഷൻ ഒരു വലിയ കാരണം ആ ഒരു എന്താണ്, അതുകൊണ്ട് ഞാൻ ലിവിങ് ടുഗദറിന് തയ്യാറായിട്ട് പലരും വരുന്നത്. കാരണം അവിടെ എന്താണ്, എനിക്ക് പോവാം അല്ലെ, എപ്പോഴും വേണമെങ്കിൽ എനിക്ക് വിട്ടു പോവാം എന്നുള്ളൊരു വിശ്വാസം, അത് ആ ഒരു അൺകോൺഷ്യസ് മൈൻഡിൽ അതുണ്ട്. പലരും അത് ഓപ്പൺ ആയിട്ട് സമ്മതിക്കില്ല എന്നുള്ളതാണ്. ആ ഒരു അൺകോൺഷ്യസ് മൈൻഡിൽ ആ ഒരു ബോധം, ആ ഒരു എന്താ പറയാ റിയാലിറ്റി, ആ ഒരു ഐഡിയ ഉള്ളത് കൊണ്ട് തന്നെയാണ് പലരും അതിനായിട്ട് മുന്നോട്ട് വരുന്നത്. കാരണം അല്ലെ, ഐ ഹാവ് എ ചോയ്സ് ടു ഡിസ്കണ്ടിന്യൂ ഇഫ് ഐ ഡോണ്ട് റിയലി ലൈക്ക് ടു അല്ലെ ടേക്ക് ഇറ്റ് ടു ദ നെക്സ്റ്റ് അല്ലെ റോട്ടൻ സ്റ്റേജ് എന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് ഇതൊന്നും എൻ്റെ ഐഡിയ അല്ല, ഞാൻ അല്ലെ ഇത് ഈ സ്കൂട്ടറിലെ എഴുത്തുകാരി ഇതൊക്കെയാണ് അല്ലെ പൊലിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്ക് നോക്കാം. സോ ഫാമിലി എന്താണ് അല്ലെ, എസ്പെഷ്യലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരുപാട് സ്ട്രഗിളാണ്. നമ്മൾ മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ശരിക്കും ഭയങ്കരമായ സ്ട്രഗിൾ എന്ന് പറയേണ്ടി വരും. നമ്മളല്ലേ എന്തുകൊണ്ടാണ് പണക്കാരന് ഉള്ള സ്ട്രഗിൾ അല്ല ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഉണ്ടാവും. നമ്മളൊരു മിഡിൽ ക്ലാസ് ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ പലപ്പോഴും അല്ലെ അത്രയും ചിന്താശേഷി ഇല്ലാത്ത, വലിയ ചിന്താശേഷി എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ നോക്കി കാണണ്ട. അല്ലെ മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ അല്ലെ വലിയ വിദ്യാഭ്യാസം ഉള്ളവർ എന്നുള്ള രീതിയിലും നമ്മൾ മിഡിൽ ക്ലാസ് ഉള്ളവരും അങ്ങനെയാണോ എന്നൊന്നും ചോദിക്കണ്ട. അല്ലെ പലരും അങ്ങനെ നമ്മൾ എടുത്തു നോക്കുക അല്ലെ മിഡിൽ ക്ലാസ്. അപ്പൊ നിങ്ങൾ ചോദിച്ചേക്കാം മിഡിൽ ക്ലാസ്സിൽ എല്ലാവരും എന്താ വിദ്യാഭ്യാസം കുറഞ്ഞവരാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയല്ല അല്ലെ. നമ്മുടെ വലിയ ഒരു എന്താണ് അരിസ്റ്റോട്ടിലൊന്നും ആവേണ്ട ആ കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ആ ഒരു ലെവലിൽ എടുക്കുക. മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഫാമിലിയിൽ എപ്പോഴും സ്ട്രഗിൾ കൂടുതലായിരിക്കും. അക്കോർഡിംഗ് ടു മീ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കാരണം അല്ല അവിടെ എന്താണ് പാവപ്പെട്ടവരാവാതിരിക്കാനുള്ള ഒരു നെട്ടോട്ടം ഉണ്ടാവും അല്ലെ, പുവറായി പോകാണ്ടിരിക്കാനുള്ള ഒരു നെട്ടോട്ടം. പിന്നെ ആണെങ്കിൽ അല്ലെ നമ്മൾ ഈ സ്റ്റോറി കാണുന്നതും പല വിധത്തിൽ അത് തന്നെയാണ്. പിന്നെ റിച്ച് അല്ലെ അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിന്റെ ആ ഒരു സ്റ്റേഷൻ അതിനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുപോകാനുള്ള വേവലാതിയും അല്ലെ അതിനു വേണ്ടിയുള്ള നെട്ടോട്ടവുമാണ്. സോ ഇങ്ങനെ നോക്കുമ്പോൾ അല്ലെ ശരിക്കും ഒരു മിഡിൽ ക്ലാസ് എസ്പെഷ്യലി ഇഫ് ദ പേഴ്സൺ അല്ല അവര് എന്താണ് ജീവിതത്തിൽ പല വിധത്തിലും ഒരു എന്താ പറയാ സമചിത്തത അല്ലെ, അതായത് ആഗ്രഹങ്ങളുടെ കാര്യത്തിൽ പോലും ഒരു സമചിത്തത കണ്ടെത്താൻ പറ്റാത്തവരാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? സ്ട്രെസ്സും അല്ലെ സ്ട്രെയിനും ഒക്കെ സാധ്യത ഒരുപാടാണ്. സോ അത് തന്നെയാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നത്. അല്ലെ അവര് എന്താണ് ഈ ഒരു സ്റ്റോറിയിൽ എന്ന് പറയുന്നാൽ ഒരു ജേണിയാണ്. നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഹില്ലാണ്. സോ അത് ജേണിയും ഹില്ലൊന്നും അല്ല അല്ലെ, എന്താണ് ഇറ്റ് ഈസ് ലൈഫ് ഇറ്റ് സെൽഫ് എന്നുള്ളതാണ്. സോ ഒരു മിഡിൽ ക്ലാസ് അല്ലെ അവര് പകുതി എത്തി നിൽക്കുകയാണ്, ഹില്ലിന്റെ പകുതി എത്തി നിൽക്കുകയാണ്. സോ വി നോ ദാറ്റ് അല്ലെ ഹില്ലിന്റെ അടിയിൽ എന്താണ് പാവപ്പെട്ടവനായിരിക്കാം അല്ലെ, ഇറ്റ് ഈസ് പുവർ എന്നുള്ള ഐഡിയ ആണ്. സോ മിഡിലിൽ എത്തുമ്പോൾ അല്ലെ അവര് ഏകദേശം കുറെ മേലോട്ട് കയറിയിട്ടുണ്ട്. സോ ഇനിയും കയറാനുണ്ട് എന്നുള്ളതാണ്. സോ ആ ഒരു ബോധം അല്ലെ അതിന്റെ ആ ഒരു സ്ട്രെസ് അല്ലെ എന്താണ് വണ്ടി വിട്ടുപോയാൽ അല്ലെ വണ്ടി നമ്മുടെ സ്കൂട്ടർ താഴോട്ട് പോകുമോ എന്നുള്ള പേടി അല്ലെ. സ്കൂട്ടർ ഇവിടെ ലൈഫ് തന്നെയാണ്, മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ലൈഫാണ്. സോ മേലോട്ട് പോകുന്നത് അല്ലെ ഇങ്ങനെ ഉന്തി കൊണ്ടുപോകലാണ്. പിന്നെ എന്താണ് ഒരു ഭയം അല്ലെ, ഞാനിത് കൈവിട്ടാൽ താഴോട്ട് പോകും അല്ലെ, പുവറായിപ്പോ. സോ അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെസ് എല്ലാം കൂടി അല്ലെ ഇതെന്താണ് ഇത് എടുക്കാനും വെക്കാനും പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. സോ ഇത് തന്നെയാണ് ഈ കഥയിൽ നമ്മൾ കാണുന്നത്. സോ മുമ്പോട്ടും അല്ലെ പിറകോട്ടും പോകാൻ പറ്റാണ്ട് അല്ലെ സ്റ്റക്കായി പോകുമ്പോൾ എന്ത് ചെയ്യാണ്? ഇനി അടുത്ത കാര്യം, അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ എന്തുകൊണ്ട് മിഡിൽ ക്ലാസ് അല്ലെ ഫാമിലിയിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വരും?
സോ ഇങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യും നമ്മളല്ലേ ഫാമിലിയിലെ പ്രശ്നം എപ്പോഴും നമ്മൾ അക്കോർഡിംഗ് ടു മീ ഇറ്റ് ഷുഡ് എൻഡ് വിത്തിൻ ദ വാൾസ് ഓഫ് ദി ഫാമിലി. അതിനപ്പുറത്തോട്ട് അത് വിട്ടാലുണ്ടല്ലോ ആൾക്കാരല്ലേ എന്ത് ചെയ്യും അല്ലെ, അത് ആൾക്കാർ അങ്ങ് ഏറ്റെടുക്കും എന്നുള്ളതാണ്. സോ നമ്മുടെ ആൾക്കാരുടെ ഒരു ഇൻട്രസ്റ്റ് ആണ് അത്. എന്നിട്ടോ അതെല്ലാം കൂടിയല്ലേ കലക്കി മറച്ച് ഒരു വിധമാക്കി കയ്യിൽ തരും എന്നുള്ളതാണ്. സോ ഒരിക്കലും നമ്മുടെ അല്ലേ ഫാമിലിയിലെ പ്രശ്നം അത് ഫ്രണ്ട്സിനോട് പോലും ഓവറായിട്ട് പറയേണ്ട ഒരാവശ്യമില്ല. ഇറ്റ് ഷുഡ് എൻഡ് ദ ഡിസ്കഷൻ we should be able to end the discussion within the walls of a bedroom. അതിനുള്ളിൽ തീർക്കാൻ പറ്റണം. അതിനപ്പുറത്തോട്ട് വലിച്ചു നീട്ടിയാൽ അല്ലെ ചീഞ്ഞു നാറും. അത് നമ്മൾ ഈ കഥയിൽ കാണുന്നുണ്ട് എങ്ങനെയാണ് അല്ലെ ആ ഒരു ഗന്ധം വരുന്നത് എന്നൊക്കെ. സോ അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പറയാം. പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്, എന്തുകൊണ്ട് അല്ലെ നമ്മൾ എന്താ ചെയ്യുക, പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു. മിഡിൽ ക്ലാസ് ആൾക്കാർ അധികവും, ഞാൻ മിഡിൽ ക്ലാസ്സിനെ കുറ്റപ്പെടുത്തുകയല്ല, ഐ മീൻ കുറച്ച് വിവരം കുറഞ്ഞവരാണെങ്കിൽ എസ്പെഷ്യലി നമ്മൾ വലിയ അല്ലെ അരിസ്റ്റോട്ടിലോ പ്ലാറ്റോ ഒന്നും അല്ലെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടാവുക അല്ലെ, പരസ്പരം കുറ്റപ്പെടുത്തി എന്ത് ചെയ്യുക, അതിൽ നിന്നുമല്ലേ അതിന്റെ ആ ഒരു ഉത്തരവാദിത്ത ഭാരം അതിൽ നിന്ന് ഒഴിഞ്ഞ് അല്ലെ എന്ത് ചെയ്യുക, സ്വതന്ത്രരാവാനുള്ള ഒരു തരം താല്പര്യമാണ്. അല്ലെ ഞാൻ നിന്റെ മേത്ത് എന്റെ ഭാരം ഏൽപ്പിച്ചാലല്ലേ എനിക്ക് കുറച്ച് എന്താണ് ലൈറ്റ് വെയിറ്റ് ആയിട്ട് അങ്ങ് നടക്കാലോ എന്നുള്ളതാണ്. സോ എപ്പോഴും എന്ത് ചെയ്യും, ഒരു ഹസ്ബൻഡ് അല്ലെ അവളോട് വൈഫിന്റെ നേരെ കൈ ചൂണ്ടും. അപ്പോൾ വൈഫ് എന്ത് പറയും, അല്ല ഞാനല്ല നിങ്ങൾ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് കൈ ചൂണ്ടും. സോ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ആൾക്കാർ എന്തുകൊണ്ട് അപ്പർ സ്റ്റേഷനിലോട്ട് എത്തുന്നതിൽ അല്ലെ വൈകുന്നു അല്ല, ഇവരുടെ പ്രശ്നം ഇതാണ്. ശരിക്കും ഇവർ നമ്മളെ ഈ സ്കൂട്ടർ ജേണി എന്ത് ചെയ്യാണ്, ഇവർ കഥ ബേസിക്കായിട്ട് ഇതാണ്. ഒരു ഹസ്ബൻഡും വൈഫും അവരുടെ ഒരു ചെറിയ കുട്ടിയും ഒരു മല കയറുകയാണ്, എവിടെയോ പോവുകയാണ്, നല്ലൊരു കാഴ്ചകളുള്ള ഒരു പ്രദേശത്താണ്. സോ ആ ഒരു കാഴ്ചകളുള്ള പ്രദേശം എന്താണെന്നൊക്കെ നമുക്കല്ലേ സിംബോളിക്കലി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ സിംബലിസം ചോദിച്ചാൽ ഒരുപാട് എഴുതാം, ടൈറ്റിൽ മുതൽ അല്ലെ എല്ലാം സിമ്പിളാണ്. സോ അങ്ങനെയുള്ള ഒരു സ്റ്റേഷൻ അല്ലെ ആ ഒരു കാഴ്ച നിറഞ്ഞ അല്ലെ സമൃദ്ധമായ ഒരു പ്രദേശം എവിടെയോ കാണാൻ പോവുകയാണ്. സോ ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് ജീവിതം തന്നെയാണ് അല്ലെ, അതായത് ഹൈ ക്ലാസ്സിലോട്ട് ഉയരാനുള്ള ഇവരുടെ യാത്ര തന്നെയാണ് അത്. കാരണം ഇവര് താഴേന്ന് വരികയാണ് അല്ലെ, കുറേയൊക്കെ കയറി ഒരുവിധം എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് എന്തുകൊണ്ട് ഇവര് അല്ലെ ശരിക്കും സ്റ്റക്കായി പോകുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് അവരങ്ങനെ ആവുന്നു, അവർ ടൈം വേസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും അല്ലെ, ജസ്റ്റ് വേസ്റ്റിംഗ് ദ ടൈം. ശരിക്കും അതാണ്, ജസ്റ്റ് ടൈം മാത്രമല്ല അല്ലെ, ടൈമിനെ കൂടെ വേസ്റ്റ് ആവുന്ന വേറെ ഒന്നുണ്ട് അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലൈഫ് അല്ലെ, അതും ഇങ്ങനെ ടൈമും ലൈഫും അല്ല വേസ്റ്റ് ആവുകയാണ് അല്ലെ. ടൈം ഇറ്റ് സെൽഫ് ഈസ് ലൈഫ് എന്നുള്ളതാണ്. ചെയ്യുന്നത് ഇവര് പരസ്പരം അല്ലെ കുറ്റപ്പെടുത്തി സമയം കളയുകയാണ്. ആ ഒരു സ്കൂട്ടറിന് ഒരു പ്രശ്നം ഉണ്ടായി മിഡിലിൽ വെച്ചിട്ട്, സോ അത് അല്ലെ സ്റ്റക്കായി പോയി. സോ അല്ലെ എന്താണ് ബ്രേക്ക് ഡൗൺ ആയപ്പോ അല്ലെ അത് എങ്ങനെയെങ്കിലും അത് ഒത്തു നിന്നിട്ടല്ലേ നിന്റെ പോർഷൻ ഓഫ് വർക്ക് ഇതാണ് എന്ന് നിശബ്ദതയിൽ അത് ഇങ്ങനെ പറഞ്ഞറിയിക്കേണ്ട ഒരു കാര്യമില്ല അല്ലെ. ഒരു ബോധമുള്ള ഒരു ഹസ്ബൻഡും വൈഫാണെങ്കിൽ അല്ലെ നീ ഇത് ചെയ്യ്, ഞാൻ അല്ലെ കുട്ടിയെ എടുക്കാം, നീ അതിൻ്റെ അടുക്ക് അത് വൃത്തിയായി, ഇങ്ങനെ പറയേണ്ട ആവശ്യം പോലും അവിടെ വരില്ലായിരുന്നു. ബട്ട് ഇവിടെ എന്താ കാണുന്നത്, നമ്മള് യോജിപ്പില്ല അല്ലെ, യോജിപ്പില്ലായ്മയാണ് മിഡിൽ ക്ലാസ്സിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് തന്നെയാണ് സാറ ജോസഫ് ഈ ഒരു കഥയിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്ന ആശയം. There is no that feeling of togetherness in a മിഡിൽ ക്ലാസ് ഫാമിലി എസ്പെഷ്യലി അല്ലെ. ആ ഒരു വലിയ ഞാൻ പറഞ്ഞു അല്ലെ മിഡിൽ ക്ലാസ് ഫാമിലിയെ ഒരു കുറ്റപ്പെടുത്തലല്ല, ഇവിടെ എന്താണ് എല്ലാവിടെയും എക്സെപ്ഷണൽ കേസ് ഉണ്ട്. മറ്റേ ഒരു മെജോറിറ്റിയുടെ പ്രശ്നം ഇത് തന്നെയാണ്. അവരല്ലേ എന്തുകൊണ്ട് മിഡിൽ സ്റ്റേഷനിൽ ഇങ്ങനെ കുടുങ്ങിപ്പോയി എന്നുള്ളതാണ്. ഒരുപാട് സ്ട്രെസ്സും അല്ലെ എന്തുകൊണ്ട് അവർക്ക് എന്നുള്ളതാണ്. താഴോട്ട് പോകുമോ എന്നുള്ള അല്ലെ, സ്കൂട്ടർ താഴോട്ട് വീണു പോകുമോ എന്നുള്ള പേടി അല്ലെ, മേലോട്ട് പോകാനും പറ്റുന്നില്ല. പിന്നെന്താണ് അല്ലെ, പരസ്പരം കുറ്റപ്പെടുത്തി നാറുകയാണ് സ്വയം അല്ലെ. എന്നിട്ടോ അവസാനം ആ സ്കൂട്ടർ അല്ലെ നാട്ടുകാർ തന്നെ അല്ലെ നാറുന്ന ആ സ്കൂട്ടർ തലയിലെടുത്ത് വെച്ചു കൊടുക്കുകയാണ്. സാറ നോക്ക് ഇവിടെ, സാറ ജോസഫ് എക്സ്പോസസ് ദ ബ്രൂട്ടാലിറ്റി വിത്തിൻ എ സീമിംഗ്ലി പ്രൊട്ടക്റ്റീവ് സിസ്റ്റം. സോ ഒരു നമ്മളല്ലേ പുറമെ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് സിസ്റ്റം എന്നുള്ള പേരിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, ആ ഒരു ഫാമിലിയെ ഇങ്ങനെ എടുത്ത് പൊക്കിക്കൊണ്ടിരിക്കും അല്ലെ. ഒരു കുടുംബം വേണ്ടേ, ഇങ്ങനെ നടന്ന പയ്യ മോനെ അല്ലെ, ഒരു കുടുംബം വേണ്ടേ എന്ന് പറഞ്ഞിട്ട് അല്ലെ പലരെയും നമ്മൾ ആ ഒരു അപകടക്കെണിയിലേക്ക് വലിച്ച് ഇറക്കുമെന്നുള്ളതാണ്.
അപകടക്കണി എന്നൊക്കെ പറയുമ്പോൾ ഐ ആം നോട്ട് ട്രൈങ് ടു ഗിവ് യു എ റോങ് ഐഡിയ. യു ആർ അല്ലേ ഇപ്പൊ എന്താണ് പീപ്പിൾ ഹു ആർ കേപ്പബിൾ ഓഫ് ഫ്രീ തിങ്കിങ് അല്ലെ, തിങ്കിങ് പവറുള്ള ആൾക്കാരാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലോട്ട് ഇറങ്ങി വരുമ്പോൾ അല്ലെ ആലോചിക്കണം അതിന്റെ അല്ലെ പല തലങ്ങളും. കാരണം എന്താണ് നമ്മൾ പറഞ്ഞു ഇതിലൊക്കെ പറയുന്നുണ്ട്, ഇവിടെ തന്നെ പറയുന്നുണ്ട്, വിട്ടുപോകാൻ പറ്റാത്ത അല്ലെ ഒരു അവസ്ഥയാണ്. നമ്മൾ അല്ലെ ഡിവോഴ്സിലൂടെ സ്വതന്ത്രമായി എന്ന് പറയുമ്പോൾ പോലും അല്ലെ എന്താണ് ആ ഒരു ചരടിന്റെ അല്ലെ ആ ഒരു എന്താ പറയാ അൺവിസിബിൾ ആയിട്ടുള്ള താലിച്ചരട് അപ്പോഴും കഴുത്തിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അതിന്റെ അല്ല ആ ഒരു വിലങ്ങ്, അതിന്റെ ഭാരം ജീവിതം മുഴുവനും സഹിക്കേണ്ടി തന്നെ വരും, എന്ത് ഡിവോഴ്സ് അല്ലെ നേടി എന്ന് പറഞ്ഞാലും. എസ്പെഷ്യലി അവിടെ ഒരു കുട്ടിയല്ലേ അതിൻ്റെ ഇടയ്ക്ക് വന്ന് വീണിട്ടുണ്ടെങ്കിൽ. സോ അല്ലേ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മെച്യൂരിറ്റി ഒക്കെ ഇല്ലെങ്കിൽ അല്ലെ അതിനായിട്ട് നിൽക്കരുത് എന്നുള്ളതാണ്. ആ ഒരു പരിപാടിക്കല്ലേ പോകരുത്. ഇഫ് യു റിയലി ആർ നോട്ട് മെച്ചുവർഡ് ഇനഫ് to desire for yourself, that will what will be best for you, what will be good, which thing you should choose while you move forward, whether you should discontinue from this institution. ഇങ്ങനെയുള്ള അല്ലെ കാര്യങ്ങളൊക്കെ ആലോചിക്കുക. സോ ഇതിനൊക്കെ ഇടവരുത്തേണ്ട ആവശ്യമില്ല അല്ലെ, എന്ത് ചെയ്താൽ മതി, നമ്മളല്ലേ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ എന്ത് പോകണം, നിശബ്ദമായിട്ട് അല്ലെ സഹിക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവണം. സോ ആ ഒരു പേട്രിയാക്കൽ, അപ്പോഴാണ് അവിടെയാണ് ഈ പേട്രിയാക്കൽ അല്ലെ അതിന്റെ ഒരു ഡിസ്കഷനും നമുക്ക് കഥയിലേക്ക് വെക്കാൻ പറ്റുന്നത്. ബിക്കോസ് ടേംസ് ആൻഡ് കോൺസെപ്റ്റ്സ് അതിൽ ഇത് വരുന്നുണ്ട്. സോ അതിൽ നോക്ക്, സാറ്റയർ അല്ലാതെ അനലൈസ് ദ സ്റ്റോറി ആസ് എ സാറ്റയർ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അതിനുള്ള സാധ്യത ഒരുപാടാണ്. ഇത് അല്ലെ സമൂഹത്തിന്റെ അവസ്ഥയിൽ അല്ല അവസ്ഥക്ക് നേരെയുള്ള എഴുത്തുകാരിയുടെ ഒരു പരിഹാസ ചിരിയായിട്ട് നമുക്ക് ഈ വർക്കിനെ അല്ലെ ഈ സ്റ്റോറിയെ കാണാം. സോ ആ രീതിയിലല്ലേ എന്താണ് സാറ്റയർ എന്ന് പറയുമ്പോൾ ആക്ഷേപഹാസ്യം എന്നുള്ള രീതിയിൽ നമുക്കിതിനെ വായിക്കാം, കൂളായിട്ട് വായിക്കാം എന്നുള്ളതാണ്. ഒരുപാട് അല്ലെ സാധ്യതകളോടെ വായിക്കാം എന്നുള്ളതാണ്. അങ്ങനെ പേട്രിയാക്കി സോ നമ്മൾ പറയാണ്, പേട്രിയാക്കി പറഞ്ഞ എന്താ, പേറ്റർ എന്ന് പറഞ്ഞാൽ ഫാദർ എന്നാണ് അർത്ഥം വരുന്നത്. സോ ഫാദർ എന്ന് പറയുമ്പോൾ അല്ലെ മെയിൽ എന്നുള്ളതാണ്. സോ മെയിൽ എന്ന് പറയുമ്പോൾ അല്ലെ മെയിൽ ഡോമിനേറ്റഡ് എന്നും കൂടി എടുത്ത് പറയേണ്ടി വരും. സോ മെയിൽ ഡോമിനേഷൻ അല്ലെ എന്നുള്ള ഐഡിയ ആണ് ഈ പേട്രിയാക്കി മുന്നോട്ട് വെക്കുന്നത്. പുരുഷ മേധാവിത്വ സമൂഹം. സോ അതിൽ ജീവിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന സ്ത്രീയുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ അല്ലെ അവളുടെ ആ ഒരു ഇറിറ്റേഷൻ. സോ അവള് അല്ലെ അങ്ങനെ വരുമ്പോൾ അവൾ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ മിഡിൽ ക്ലാസ് ഒക്കെ ആവുമ്പോൾ അല്ലെ ഇയാളുടെ സ്കൂട്ടർ ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ പോവുകയാണ്. സോ ഫുൾ സിംബലിസമാണ് നമ്മൾ അല്ലെ, ഇപ്പൊ ഒരുപാട് നല്ല ഭംഗിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കഥയാണ്. സോ ഇയാളെ സ്കൂട്ടർ മെല്ലെ സ്റ്റക്കായി പോകുമ്പോൾ അല്ലെ അങ്ങനെ വരുമ്പോൾ ഒരു സ്ത്രീക്ക് എന്ത് തോന്നിയേക്കാം അല്ലെ, അപ്പുറത്തോട്ട് പോകുന്ന അല്ലെ ബൈക്ക്, നല്ല ഒന്നാം തരം ബൈക്കിലല്ലേ ആൾക്കാർ ചെത്തി പോവുകയാണ്. സോ അതിലൊന്ന് കയറിയാൽ എന്താ എന്നുള്ളത്. സോ ഇവിടെ ബൈക്കിൽ കയറുക എന്നൊക്കെ പറയുമ്പോഴൊക്കെ ഒരുപാട് സെക്ഷൽ കൊണോട്ടേഷനും കൂടി ഇതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്ത് പറയാം, ഒരു തുറന്ന ഒരു എഴുത്ത് തന്നെയാണ് സാറ ജോസഫ് ഇവിടെ നമ്മളെ മുമ്പിലേക്ക് വെക്കുന്നത്. ഒരു തുറന്ന ഒരു എഴുത്ത്. അവിടെ സെക്സ് എന്ന് പറയുമ്പോൾ അല്ലെ, അല്ലെങ്കിൽ അവൻ അവളുടെ അല്ലെ എന്താണ് പിറകില് ബാക്കിലോട്ട് നോക്കി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഒരു മറച്ചു വെക്കല് എൻ്റെ ഒരു കള്ളത്തരമൊന്നും അല്ല എഴുത്തുകാർക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. എന്തിനത് വേണം, നമ്മളല്ലേ ഇങ്ങനെ ചീഞ്ഞു നാറുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ, നമ്മളത് ആ മാറ്റം അല്ലെ പുറത്ത് വരുമ്പോൾ നമ്മളും സഹിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് അല്ലെ ഇങ്ങനെ ഒരു മറച്ചു വെച്ച് എഴുതേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ആദ്യം മുതൽ അങ്ങോളം പരതണം. സിംബോളിസം ഒക്കെ പറയുമ്പോൾ നമ്മള് സെക്സുമായി ബന്ധപ്പെട്ട അല്ല കാര്യങ്ങൾ എങ്ങനെ ഡിറക്റ്റ് അല്ലാണ്ട് നമ്മളിലേക്ക് എത്തിക്കുന്നു, ആ ഒരു ആംബിഗ്യസ് സ്റ്റേറ്റ്മെന്റ്സിലൂടെ അല്ലെ. എങ്ങനെ ആംബിഗ്യൂറ്റി എന്ന് പറഞ്ഞാൽ ഡബിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മീനിങ് എന്നാണ് ഉദ്ദേശിച്ചത്. സോ മൾട്ടിപ്പിൾ അല്ലെ ധ്വനികൾ വരുന്ന ഒരുപാട് സെന്റൻസ് ആണ് ഇതിൽ ഉള്ളത്. സോ അല്ലെ പലതരം ധ്വനികളാണ്. നമ്മൾ അതിന്റെ ഉള്ളിൽ പിന്നെയും വായിക്കുമ്പോൾ അല്ലെ നമ്മൾ മനസ്സിലാക്കും അത്ര അല്ലെ ഡീപ്പായിട്ടുള്ള ഒരു എഴുത്താണ് എന്ന്. സ്വതന്ത്രമായിട്ട് വായിക്കുമ്പോൾ അല്ലെ വെറും ഒരു ഷോർട്ട് സ്റ്റോറി എന്നുള്ള രീതിയിൽ എടുത്ത് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ അല്ലെ എടുത്തു പോകാൻ ടെൻഡൻസി ഉള്ള ഒരു കഥയാണ്. ബട്ട് അതിനപ്പുറത്താണ്. പിന്നെ നോക്ക് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫാമിലിയാണ്. ഫാമിലി ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനം തന്നെയാണ് അല്ലെ.
ഒരു സ്ഥാപനം അവസാനമല്ലേ കരാറിൽ പങ്കെടുക്കാൻ വന്ന രണ്ടാൾക്കാരും അല്ലെ സ്വയം ചീഞ്ഞു നാറി അല്ലെ രണ്ടാളും അല്ലെ നിന്റെ നാറ്റമല്ലേ എന്ന് നമ്മൾ മത്സ്യഗന്ധി പറഞ്ഞ പോലെ ഇത് നിന്റെ നാറ്റമല്ലേ എന്ന് പറഞ്ഞ് പരസ്പരം മൂക്ക് പൊത്തുന്നതാണ് നമ്മൾ പല ഫാമിലിയിലും എസ്പെഷ്യലി മിഡിൽ ക്ലാസ് ഫാമിലിയിലൊക്കെ കാണുന്നത്. കാരണം എന്തുകൊണ്ട് മിഡിൽ ക്ലാസ് എന്ന് ഞാൻ പറയുന്നു അല്ലെ അവിടെ ഞാൻ പറഞ്ഞു സ്ട്രെസ് കൂടുതലാണ്. ഒരു പാവപ്പെട്ടവൻ അങ്ങനെ ഒരു ആഗ്രഹമില്ല. അവൻ എന്ത് ചെയ്യും? ഹാപ്പി ആയിട്ടല്ലേ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിതത്തിന്റെ ആ ഒരു സ്റ്റേഷനിൽ കുറെ സാറ്റിസ്ഫൈഡ് ആയിട്ട് അങ്ങ് ഇരിക്കാൻ പാവപ്പെട്ടവന് പറ്റും. പക്ഷെ മിഡിൽ ക്ലാസ്സിന് അതല്ല അല്ലെ, മേലോട്ടും പോകണം താഴോട്ട് പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. സോ വാഹനം അല്ലെ സ്കൂട്ടർ, അതുകൊണ്ടാണ് ഇവിടെ ഇത് സ്കൂട്ടർ ആവുന്നത്. അങ്ങനെ ഇപ്പോൾ ഇത് അത്ര വലിയൊരു ആപ്ലിക്കേഷൻ നമുക്ക് പറ്റില്ല അല്ലെ. സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോ അല്ലെ ഏത് ഇഡിയറ്റിന്റെ കയ്യിലാണ് സ്കൂട്ടർ ഇല്ലാത്തത് ഈ കാലത്ത് അല്ലെ. നോക്കിയാൽ മതി, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവന് വരെ അല്ലെ എന്ത് ചെയ്യാം, മാസത്തിലല്ലേ 100 രൂപ അടച്ചുകൊണ്ട് അല്ലെ ഒരു പദ്ധതി ഉണ്ട് അല്ലെ, അതിലെ സ്കൂട്ടർ വാങ്ങിയിട്ടുണ്ടാവും ചിലപ്പോ. അവനല്ലേ ബൈക്കും വാങ്ങിയിട്ടുണ്ടാവും, കാറും വാങ്ങിയിട്ടുണ്ടാവും എന്നുള്ളത്. ഒരു ആംബസിഡർ കാറും വാങ്ങാൻ അല്ലെ. ആളുകളുടെ ആ ഒരു ചിന്താഗതിയൊക്കെ മാറി എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ സാറാ ജോസഫിന്റെ സ്കൂട്ടർ അല്ലെ എത്രത്തോളം ഇനിയും അല്ലെ പോകും എന്നുള്ളതൊക്കെ നമുക്ക് ചോദിക്കാം. ബട്ട് അല്ലെ ഒരു യൂണിവേഴ്സൽ തീം എപ്പോഴും നിലനിൽക്കുന്ന തീമുകൾ ഒരുപാട് ഇതിൽ വേറെയും വരുന്നുണ്ട്. സോ നമുക്ക് സ്കൂട്ടറിനെ അല്ലെ എഴുത്തുകാരി വെറും ഒരു സിമ്പിളായിട്ട് എടുത്തത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അല്ലെ ഇന്ന് ഇത് വായിക്കുമ്പോൾ നമുക്ക് സാറാ ജോസഫെ സ്കൂട്ടർ മാറ്റി ഞാനത് കാറാക്കിക്കോട്ടെ എന്ന് ചോദിക്കാം അല്ലെ. കാരണം ഇനിയിപ്പോ നമുക്ക് ഒരു ഹെലികോപ്റ്ററോ ഒരു ഫ്ലൈറ്റോ ഒക്കെ സ്വന്തമാക്കാനായിരിക്കും അല്ലെ വലിയ വലിയ ആൾക്കാർ. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് അല്ലെ പല മാരേജസിന് പോലും വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരല്ലേ എന്താ ഇറക്കുന്നത്, ഹെലികോപ്റ്റർ അല്ലെ ഫ്ലൈറ്റ് ഒക്കെയാണ് ഇറക്കുന്നത്. അതിൽ അല്ലെ പുറത്ത് വരുന്ന ഒരു വരൻ അല്ലെ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അല്ലെ നമുക്ക് വേണമെങ്കിൽ സാറാ ജോസഫിനോട് ചോദിക്കാം, ഈ കാലഘട്ടത്തിൽ അല്ലെ കഥ വായിക്കുന്ന ഞാൻ അല്ലെ ഈ സ്കൂട്ടർ മാറ്റി സാറാ ജോസഫ് അതൊരു കാറാക്കട്ടെ എന്ന് ചോദിക്കാം അല്ലെ. ആ ഒരു സ്കൂട്ടറിനെ അങ്ങനെ തന്നെ എടുക്കാം. സോ സ്കൂട്ടർ എന്തുകൊണ്ട് ഇത് സ്കൂട്ടർ ആവുന്നു, അതാണ് അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി ടൈറ്റൻ? സോ നമ്മൾ അത് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ, കുറെ കാര്യം പറഞ്ഞു കഴിഞ്ഞു, ഇനിയും പറയാനുണ്ട്. എന്തുകൊണ്ട് ഇതൊരു അല്ലെ ബൈസിക്കിൾ അല്ല അല്ലെ, എന്തുകൊണ്ട് ഇതൊരു സൈക്കിൾ അല്ലാണ്ടായിപ്പോയി? കാരണം ഇത് അല്ലെ സൈക്കിൾ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു പുവർ മാന്റെ വാഹനമായിട്ടാണ് കണക്കാക്കുന്നത്. സോ ഞാൻ പറയുന്നത് അല്ലെ ഒരു യൂണിവേഴ്സൽ കൺസെൻഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലാണ്ട് എന്റെ ഐഡിയ അല്ല. സോ ഞാൻ സൈക്കിള് അല്ലെ പാവപ്പെട്ടവന്റെ വാഹനമെന്ന് ഞാൻ അങ്ങ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് പറയുകയല്ല. സോ നമ്മൾ അല്ലെ യൂണിവേഴ്സലി സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളെയാണ് പലപ്പോഴും നമ്മൾ പരിഹസിക്കാൻ ശ്രമിക്കുന്നത്. സോ എന്റെ വ്യാഖ്യാനങ്ങളെ ആ ഒരു രീതിയിൽ കാണേണ്ട ആവശ്യമൊന്നും ഇല്ല. അങ്ങനെ കണ്ടാൽ തന്നെ അതിന് ഞാൻ ഉത്തരവാദിയുമല്ല. സോ ഇനിയല്ല എന്തുകൊണ്ട് നമ്മുടെ വാഹനം ഒരു നല്ലൊരു കാറല്ല അല്ലെ, ഒരു ആംബസിഡർ കാറോ ഒന്നും അല്ലാണ്ടായിപ്പോയി, ഒരു മാരുതി കാറോ ഒന്നും അല്ലാണ്ടായിപ്പോയി. സോ അതാണ് അല്ലെ വാട്ട് ഷീ വാണ്ട്സ് അല്ലെ, വാണ്ട്സ് അവരുടെ ഇര ആരാണ്? മിഡിൽ ക്ലാസ് ആണ് അല്ലെ. സോ റൈറ്റർ കാണുന്ന അതാണ് സമൂഹത്തിൽ അല്ലെ ഒരു ആക്ടിവിസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അല്ലെ മിഡിൽ ക്ലാസ്സിലെ പ്രശ്നങ്ങളാണ് ഒരുപാട് കാണുന്നത്. അവരുടെ തമ്മിൽ എന്താ പറയുക, ഹസ്ബൻഡിന്റെ വൈഫിന്റെയും അല്ല ഇടയിൽ ഉണ്ടാകാത്ത അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ അവിടെ ലാക്ക് ചെയ്യുന്ന ഒരു ഒരു യൂണിയൻ അല്ല, ഒരു യൂണിയനിലോട്ട് വന്നു എന്ന് പറഞ്ഞിട്ടും അല്ലെ അതിലോട്ട് വരാൻ പറ്റാതെ അല്ലെ ഇങ്ങനെ രണ്ട് പോൾസിലായിട്ട് അല്ലെ രണ്ട് ഭൂഖണ്ഡങ്ങളിലായിട്ട് അല്ലെ ഇങ്ങനെ നിൽക്കേണ്ടി വരുന്ന രണ്ടാൾക്കാരാണ്. സോ ഇനി നെക്സ്റ്റ് ടോപ്പിക്സ് ഫോർ ഡിസ്കഷൻ നോക്കിയാലും നമുക്ക് അല്ലെ ഫെമിനിസം കാണാം, വിമൻസ് റൈറ്റിംഗ് കാണാം, ജെൻഡർ ഇക്വാലിറ്റി കാണാം. സോ ഇതിന്റെ കണ്ണിലൂടെയൊക്കെ നമുക്ക് വായിച്ചെടുക്കാം. സോ ഫെമിനിസം ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട്. ഇപ്പോൾ ഈ കഥ വായിക്കുമ്പോൾ നമുക്ക് അധികം ഇങ്ങനെ വിവരിക്കേണ്ടി വരില്ല, കാരണം അധികം വിവരിച്ച് വടക്കാക്കേണ്ട ഒരു കഥയൊന്നും അല്ല. സോ അതിന്റെ ആവശ്യവും ഇല്ല. നിങ്ങളല്ലേ സ്വയം മനസ്സിലാക്കാൻ ഇതിന് ഒരുപാട് പറ്റും. പിന്നെ നമുക്ക് ഒന്നാലും ഒരു വായന നടത്താം. നമ്മുടെ കഥയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കഥയിലല്ലേ എല്ലാ കഥകളും നമ്മൾ ഒരുപാട് മുമ്പേയും കഥകൾ വായിച്ചിട്ടുണ്ട്, കവിതകൾ വായിച്ചിട്ടുണ്ട്. അതിലൊക്കെ എന്താണ് ആളുകളുടെ പേര് അല്ലെങ്കിൽ ആര് എന്ന് എടുത്തു പറയുന്നില്ല. ഇവിടെയും അതാണ് ദ മാൻ അല്ലെ, വൈ മാൻ. Is it a story that it really tries to project the idea of a man-woman relationship? മാൻ എന്ന് പറയുമ്പോൾ അവിടെ പേട്രിയാക്കി അല്ലെ ആ ഒരു
എന്താ പറയുക, മെയിൽ ഗെയ്സ് അല്ലെ, നമുക്ക് അങ്ങനെയൊക്കെ പറയാം അല്ലെ, പുരുഷന്റെ ആ ഒരു നോട്ടം അല്ലെ, സ്ത്രീയുടെ നേർക്കുള്ള ഓ നീ സെക്കൻഡറി എന്നുള്ള ആ ഒരു നോട്ടമാണ്. സോ ഇവിടെ അല്ലെ ചോദിക്കേണ്ടി വരും, മാൻ എന്ന് എന്തുകൊണ്ട് പേര് കൊടുത്തു? സ്കൂട്ടറിലെ ആ ഒരു കഥയിലെ കഥാപാത്രങ്ങൾക്ക് പേരില്ല. സോ അല്ലെ അത് എന്താണ്, ഈ മാൻ നിങ്ങളാണോ അല്ലെ, ഈ വുമൺ നിങ്ങളാണോ? സോ ഈസ് ഹി എ റെപ്രസെന്റേറ്റീവ് ഓഫ് പേട്രിയാർക്കി? സോ അല്ലെ നമുക്കത് ചോദിക്കാം. സോ ഇൻ ദാറ്റ് കേസ് അല്ലെ, ഈസ് ഷീ ദ റെപ്രസെന്റേറ്റീവ് ഓഫ് സഫറിംഗ് വുമൺ? സോ ഇങ്ങനെയൊക്കെ ചോദിക്കാം. പലതരം ചർച്ചകൾ വെക്കാം. പിന്നെ നമ്മൾ അല്ലെ മിഡിൽ ക്ലാസ്സിന്റെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് നോക്കുക. ഞാൻ അങ്ങനെ ഒരു ഇത് പറയല്ല. അഗെയിൻ ഐ റിമൈൻഡ് യു, മിഡിൽ ക്ലാസ്സിലല്ലേ അവിടെ വരുമ്പോൾ എന്താണ് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നത് എന്ന് വെച്ചാൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ സ്കൂട്ടറിൽ ഇരിക്കുമ്പോൾ ഒരു സെക്ഷൽ അല്ലെ, ഒരു തൊടലും പിടിക്കലും ഒക്കെ ഒന്ന് ഇഷ്ടപ്പെടുന്നവരാണ്. അതിൽ നിന്ന് പുറത്ത് വരുമ്പോൾ അല്ല, ഒന്ന് പുറത്ത് ചാടി വരുമ്പോൾ എന്താണ്, പരസ്പരം കുറ്റപ്പെടുത്തുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. സോ അതാണ് പ്രശ്നം ഇവിടെ, അതൊരു വലിയൊരു പ്രശ്നമാണ്. സോ സെക്സ് ഈസ് ഓൺലി ദ കൺസോൾ, സെക്സ് ഓൺലി ദ കൺസോൾ ഓഫ് മിഡിൽ ക്ലാസ് ഫാമിലീസ് അല്ലെ. മിഡിൽ ക്ലാസ് ഫാമിലിന്റെ ഒരേ ഒരു ആശ്വാസം ഈ അല്ലെ എന്താണ്, കുറച്ച് സമയത്തേക്കുള്ള തൊടലും പിടിക്കലും മാത്രമാണോ? They enjoy sexual expressions only when they are on the vehicle. I mean, when they really, what we can say, carry themselves with that vehicle. They seem to enjoy that thing, that feeling. എന്താണ് സെക്സ് എന്നുള്ള അല്ലെ, അത് ഒരു മുമ്പോട്ട് പോകാനുള്ള വെറും ഒരു ശക്തിയായിട്ട്, അതായത് നമ്മൾ അതാണ്, വാഹനം മുമ്പോട്ട് പോകുമ്പോഴാണ് അവർ അത് ആസ്വദിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കാരണം വാഹനം മുമ്പോട്ട് പോകുമ്പോൾ അവരത് ആസ്വദിക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്താണ്, അവിടെ എന്താ ഉള്ളത്? അവിടെ അല്ലേ, അത് മാത്രമാണോ അവരുടെ മിഡിൽ ക്ലാസ് ഫാമിലി മുമ്പോട്ട് പോകുമ്പോഴുള്ള അവരുടെ ആ ഒരു ആശ്വാസം അതുമാത്രമാണോ എന്നുള്ളതാണ്. ഈ ഒരു വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങേണ്ട താമസം എന്താണ്? ഹസ്ബൻഡ് വൈഫിന്റെ മേലെ വിരൽ ചൂണ്ടാണ്, വൈഫാണെങ്കിൽ ഹസ്ബൻഡിന്റെ നേരെയും വിരൽ ചൂണ്ടാണ്. സോ പരസ്പരം തോന്നുന്ന ഒരു തരം ഡിസ്കസ്റ്റ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. പിന്നെ ഈ കഥയിൽ കാണുന്നതെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ലൈൻ എടുത്ത് പ്രൊജക്ട് ചെയ്യാണ്. അതിപ്പോൾ തന്നെ പഠിച്ചോളാം. എന്താണ്, ഏതാണ് ആ ലൈൻ എന്ന് പറയുന്നത്? സോ ദ ക്രക്സ് ഓഫ് ദ സ്റ്റോറി നമ്മളൊക്കെ പറയാം, ആ ഒരു കഥയുടെ ആ ഒരു കാമ്പ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ആ ഒരു ലൈനാണ്. സ്കൂട്ടേഴ്സ് വെർ ഹൗവർ അൺഫിറ്റ് ഫോർ ലോങ് ജേർണീസ് എന്നാണ് കഥാകാരി പറയുന്നത്. സ്കൂട്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഷോർട്ട് ജേർണിക്കൊക്കെ പോവാം വലിയ ജേർണിക്ക് സ്കൂട്ടർ അത്ര നല്ല വണ്ടിയല്ല എന്നാണ് കഥാകാരിയുടെ ഒരു അഭിപ്രായം. പറഞ്ഞതല്ലേ, ഈ സ്കൂട്ടേഴ്സ് അല്ലെങ്കിൽ അതൊരു ഫാമിലി എന്ന് പറയുന്നത് എന്താണ്, പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നമുക്ക് സഫറിങ് ആയിട്ട് നമ്മൾ എന്താണ് സഫക്കേഷൻ ആയിട്ട് തന്നെ ഫീൽ ചെയ്യാൻ കാരണമാകുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറുകയാണ് പലപ്പോഴും. സോ സ്കൂട്ടേഴ്സ് വെർ ഹൗവർ അൺഫിറ്റ് ഫോർ ലോങ് ജേർണീസ് എന്ന് പറയുമ്പോൾ അത് ഒരുപാട് തലങ്ങളിൽ വായിക്കാം നമുക്ക് ഡിഫറെന്റ് ആയിട്ട് വായിച്ചെടുക്കൽസ് ആണ്. എന്തൊക്കെയാണ് സ്കൂട്ടേഴ്സ് അവിടെ ഫാമിലി ആയിട്ട് എടുക്കാം, ജേർണി ജീവിതത്തിന്റെ യാത്രയായിട്ട് എടുക്കാം. പിന്നെ ഇവരെയല്ല പറയാണ് സ്കൂട്ടേഴ്സ് വെർ ഹൗവർ അൺഫിറ്റ് ഫോർ ലോങ് ജേർണീസ്. സോ സ്കൂട്ടർ ജേർണി അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ജേർണി എന്ന് പറയുന്നത് എന്താണ്, അൺഫിറ്റ് ആണ്. അതൊരു ഞാൻ പറഞ്ഞു സ്ട്രെസ്സും സ്ട്രെയിനും നിറഞ്ഞ ഒരു ജേർണിയാണ്. സോ അതല്ല വേഗം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഒന്നുകിൽ മേലോട്ട് പോവുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, താഴോട്ട് പോവുക. താഴോട്ട് പോകാൻ പേടി എപ്പോഴും ഉണ്ടാവും, നമുക്ക് മേലോട്ട് പോകാനേ താല്പര്യമുള്ളൂ അതെല്ലാവരുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. സോ നിങ്ങൾ മേലോട്ട് പോവുക എന്നുള്ളതാണ്. സോ സ്കൂട്ടർ എന്താണ്, വലിയ യാത്രയ്ക്ക് അത്ര നല്ല വണ്ടിയല്ല. സോ അതായത് ജീവിതകാലം മുഴുവനല്ലേ മിഡിൽ ക്ലാസ് ആയിട്ട് ഇരിക്കുന്നത് അത്ര പറ്റിയൊരു പണിയല്ല. അത് അത്ര കംഫർട്ടബിൾ ആവില്ല. ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനുമാണ്. അതുകൊണ്ട് എല്ലാവരും എന്താണ് ഹൈ ക്ലാസ്സിലോട്ട് വരൂ എന്നാണ് പറയുന്നത്. സോ നമ്മൾ ഒരു രീതിയിൽ ജസ്റ്റ് വായിക്കാൻ ശ്രമിക്കുകയാണ്. ജേർണി എന്ന് പറയുമ്പോൾ അത് ലൈഫ് ജേർണി തന്നെയാണ്. സോ മിഡിൽ ക്ലാസ് ആയിട്ടല്ലേ ഇങ്ങനെ, എസ്പെഷ്യലി എങ്ങനെ ഒരു മിഡിൽ ക്ലാസ് ആയതുകൊണ്ട് മാത്രം പ്രശ്നം ഉണ്ടാവില്ല.
സഹകരണം ഇല്ലെങ്കിൽ, അല്ല ആ ഒരു വി ആർ അല്ലെ ടുഗെദർ, വി ആർ അല്ലെ എ ഫാമിലി എന്നുള്ള ആ ഒരു ചിന്തക്കുള്ളിൽ അല്ലെ ഒരു ഫാമിലി ഉണ്ടാക്കാൻ പറ്റാത്തവരാണെങ്കിൽ, സോ ഫാമിലി ഉണ്ടാക്കേണ്ടത് ആ ഒരു ചിന്തക്കുള്ളിലാണ്. ആ ഒരു ചിന്ത ഇല്ലെങ്കിൽ അല്ലെ അവിടെ അതേ ഇല്ലെങ്കിൽ പിന്നെ ബാക്കി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സോ സ്കൂട്ടർ എന്ന് പറയുന്ന അല്ലെ ആണ് അല്ലെ വലിയ യാത്രകൾക്ക്, എസ്പെഷ്യലി ഹസ്ബൻഡിനും വൈഫിനും എന്തില്ലെങ്കിൽ യോജിപ്പില്ലെങ്കിൽ അല്ലെ ആ ഒരു യോജിപ്പില്ലെങ്കിൽ പിന്നെ ആ ഒരു വണ്ടിയിലെ യാത്ര എന്ന് പറയുന്നത് ടോർച്ചർ തന്നെയാണ് എന്നുള്ളതാണ് എഴുത്തുകാരി ഓർമ്മിപ്പിക്കുന്നത്. അതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ എടുത്തെടുത്ത് പറയാണ്. സോ സ്കൂട്ടേഴ്സ് വെർ ഹൗവർ അൺഫിറ്റ് ഫോർ ലോങ് ജേർണീസ് എന്നുള്ളതാണ്. സോ ലോങ് ജേർണീസിന് വേണമെങ്കിൽ ഒരു ബൈക്ക് ആവാം അല്ലെ ഒരു കാർ ആവാം, സോ വേറെ അല്ലെ എന്തെങ്കിലും ആവാമോ, ഇപ്പൊ പറഞ്ഞാണെങ്കിൽ അല്ലെ ഒരു ഹെലികോപ്റ്ററും ആവാം എന്നുള്ളതാണ്. പിന്നെ നമ്മള് കവിതയിലാണെങ്കിൽ അതിനെ എന്ത് പറയും, എന്ത് പറയും നമ്മുടെ കവിതയിൽ ആണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ലൈൻ വരുമ്പോൾ റെഫ്രൈൻ എന്ന് പറയും അല്ലെ. റെഫ്രൈൻ പറഞ്ഞാൽ ഇടക്കിടക്ക് വരുന്ന അല്ലെ ആ ഒരു നമ്മൾ പറയില്ലേ പല്ലവി എന്ന്, ആ ഒരു സ്ഥിരം പല്ലവി, അത് തന്നെ അല്ലെ ഒരു എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അനാഫോറ എന്ന് പറയാം അല്ലെ, അനാഫോറ എന്ന് പറയാറുണ്ട് നമ്മള്. ഇവിടെ സ്റ്റോറിയിലായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ദ റൈറ്റേഴ്സ് അല്ലെ കോൺഷ്യസ് അറ്റംപ്റ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ അല്ല അവരിങ്ങനെ ഇത് റൈമിങ്ങിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. സോ ആ ഒരു സ്റ്റോറി മിഡിൽ ക്ലാസ് നമ്മൾ അത് വളരെ നല്ല ഒരു കാര്യമാണ്. അതായത് ഈ കഥയിൽ റൈറ്റർ ഉപയോഗിച്ചൊരു നല്ല ടെക്നിക്കായിട്ട് തന്നെ നമുക്കൊരു അല്ലെ വിമർശകനായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അതിനെ വിലയിരുത്താം. കഴിഞ്ഞു ഓൾറെഡി. ഈ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അവർ കാണുന്നത് എന്താണ്, സ്വരച്ചേർച്ചയില്ല. സോ സ്വരച്ചേർച്ച ഇല്ലാത്ത ഒരു സ്ഥലത്ത് അല്ലെ ആ ഒരു റൈമിങ്ങിന്റെ നമ്മൾ പറയാണ് അല്ലെ, റൈമിങ്ങിന്റെ അല്ല എന്താണ് ആ ഒരു എന്താ പറയാ, നമ്മൾ എന്തായിരുന്നു ഇപ്പൊ പറഞ്ഞത്, ആ ഒരു റഫ്രൈൻ അല്ലെ ഒരു കവിതയിലെ റഫ്രൈനിന്റെ സാധ്യത അല്ലെ എഴുത്തുകാരി കൊണ്ടുവരികയാണ്. ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ഓർമ്മിപ്പിക്കുമ്പോൾ അല്ലെ അതൊരു ഒരു കവിതാ ലെവലിലോട്ട് ഉയരുകയാണ് അല്ലെ. ഒരു താളം കണ്ടെത്ത് അല്ലെ ജീവിതത്തിൽ ഇങ്ങനെ അല്ലെ എന്താണ് സ്വരച്ചേർച്ച ഇല്ലായ്മയല്ല വേണ്ടത് അല്ലെ. നമുക്ക് സ്വരം ചേർന്ന് അല്ലെ ഹസ്ബൻഡും വൈഫും ഒരുപോലെ പാടുമ്പോഴാണ് അല്ലെ ആ ഫാമിലി ഒരു നല്ല രീതിയിലോട്ട് വരുന്നത്, അല്ലാണ്ടല്ലേ എങ്ങനെ സ്വരച്ചേർച്ച ഇല്ലായ്മയല്ല. സോ അങ്ങനെ നോക്കുമ്പോൾ സാറാ ജോസഫിന്റെ ഒരു അല്ലെ ടെക്നിക്കാണ് എന്ത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുക അല്ലെ, സ്വരം കണ്ടെത്തൂ അല്ലെ, സ്വരം ഇതൊരു കവിതയായിട്ടല്ലേ എടുക്കൂ എന്നുള്ളതാണ്. ആണല്ലേ അവരുടെ റഫ്രൈൻ എന്ന് പറയുന്നത്. സ്കൂട്ടേഴ്സ് വെർ ഹൗവർ അൺഫിറ്റ് ഫോർ ലോങ് ജേർണീസ്. സോ അതിൽ പിടിച്ച് അല്ല ആലോചിക്കും അല്ലെ. കവിതയിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ലൈനാണ് നമ്മൾ അപ്പോഴും എടുത്തിങ്ങനെ റെഫറൈനായിട്ട് വെക്കുക. സോ അതുപോലെ തന്നെ എഴുത്തുകാരി അല്ലെ അതിങ്ങനെ തൻ്റെ അല്ലെ കഥയാകുന്ന കവിതയിലൂടെ ഇങ്ങനെ എടുത്തെടുത്ത് ഉയർത്തി കാട്ടുകയാണ് ചെയ്യുന്നത്. യോജിപ്പ് കണ്ടെത്തും അല്ലെ, ആ ഒരു സ്വരം ഒരുമിച്ച് പാടും എന്നുള്ളതാണ്. എന്നിട്ട് ആ സംഗീതം അല്ലെ അത് മുഴുമിപ്പിക്കും. നമുക്ക് കഥയിലോട്ട് വരാം. 169 എടുക്കുക. അവിടെ നോക്കുക അല്ലെ ഒരു കൊട്ടേഷൻ ഉണ്ട്, എന്താണെന്ന് വായിക്കുക, മനസ്സിലാക്കുക. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ബാക്കി അതൊക്കെ മനസ്സിലാക്കുക. സോ ഫാമിലിയെ പറ്റിയൊക്കെയാണ് പറയുന്നത്. സ്കൂട്ടർ എന്നുള്ള ടൈറ്റിൽ ഓർമ്മിക്കുക എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത്. The journey naturally began with great fun and excitement. സോ എല്ലാ യാത്രയും പോലെ ഫാമിലി എന്നുള്ള അല്ലെ ആ ഒരു യാത്ര തുടങ്ങുന്നതും വളരെ എക്സൈറ്റ്മെന്റിലും അല്ലെ ഫണ്ണിലുമാണ്. കാരണം ഇത് ഈ ഒരു സെന്റൻസ് അല്ലെ വളരെ ഓർത്തു വെക്കണം. കാരണം നമ്മൾ പലപ്പോഴും അല്ലെ എക്സൈറ്റ്മെന്റ്, സോ അത് എന്താണ് 1-2 അല്ലെ സെക്ഷൽ നൈറ്റ് അല്ലെ ഒരു 1-2 രാത്രികൾ കഴിയുമ്പോൾ തീരുന്ന എക്സൈറ്റ്മെന്റ് പലർക്കും ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ അല്ലെ ഒരു ബോധ്യപ്പെടുത്തലാണ് അല്ലെ ഐ ആം ഏബിൾ ടു എൻജോയ് അല്ലെ ഇറ്റ് വിത്ത് യു എന്നുള്ളത്. സോ അല്ലെ നിന്റെ കൂടെ ഇപ്പോഴും അത് ആസ്വദിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് എന്നുള്ള അല്ലെ ഒരു തരം എന്താണ് ബോധ്യപ്പെടുത്തലാണ് അല്ലെ ബാക്കിയുള്ള ജീവിതം പലർക്കും. സോ അതാണ് ഒരു ഭയങ്കരമായ ഒരു വിമർശനമാണ് കഥയിൽ അങ്ങോളം കാണുന്നത്.
ഓരോ ലൈനും വായിച്ചു നോക്കാം, നമുക്ക് ഒരുപാട് മീനിങ് ആണ്. സോ റൈറ്റർ അല്ലെ എത്രത്തോളം പരിഹസിക്കുകയാണ് എന്നുള്ളതാണ്. Full of the promise of a beautiful part of the world blessed by nature. സോ നമ്മൾ പറഞ്ഞു അല്ലെ, ആ ഒരു യാത്ര, ആ ഒരു മല കയറ്റം എന്ന് പറയുന്ന അല്ലെ, താഴെ നിന്നും മേലോട്ട്, ഇവരാണെങ്കിൽ കുറച്ച് ഹൈറ്റിൽ എത്തിയിട്ടുമുണ്ട്, ഇനി മേലോട്ട് കുറെ പോവാനും ഉണ്ട്. ഇവിടെയാണെങ്കിലോ എന്തോ ഒരു പ്രശ്നവും വന്നിട്ടുണ്ട്, നോക്കാം. സോ അല്ലെ, ആ ഒരു ജീവിതത്തിന്റെ ഹൈ ക്ലാസ്സിലോട്ട് വരാനുള്ളതാണ്, ആ ഒരു ഹൈ സ്റ്റാൻഡേർഡിലോട്ട് വരാനുള്ള യാത്രയിലാണ് ഈ ഫാമിലി. Yet the scooters were not dependable for long journeys. എന്നാലും എന്താണ്, സ്കൂട്ടേഴ്സ് എന്ന് പറയുന്നല്ലേ വലിയ ലോങ് ജേർണിക്ക് അത്ര നല്ലതല്ല എന്നുള്ളതാണ്. സോ എന്തുകൊണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെയാണ്. സോ ഒന്നുകിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് എത്തുക എന്നുള്ളതാണ്. അത് എഴുത്തുകാരി അങ്ങനെ പറയുകയല്ല അല്ലെ. സോ സ്ട്രെയിനും സ്ട്രെസ്സും ഒഴിവാക്കണം എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്, അതിന് തന്നെയാണ് അല്ലെ. സോ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ അല്ലെ പണക്കാരാകാനുള്ള അല്ലെ ആ ഒരു ത്വര, അതിനെ വേഗം ഒന്ന് ഒരു പരിഹാരം കാണാം, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, സ്കൂട്ടർ മെല്ലെ ഒന്നങ്ങ് വിട്ടേക്കുക അല്ലെ, താഴോട്ട് അങ്ങ് പോയിക്കോളും എന്നുള്ളതാണ്. ഊർന്നിറങ്ങി അല്ലെ, പിന്നെ മുത്തുമാല പൊട്ടിയതുപോലെയാവും അല്ലെ, ചരട് മാത്രം ബാക്കിയാവും. So നോക്കാം. So before going far, the scooter stopped after losing a crucial net. So എന്താണ്, അധികം ദൂരം പോയില്ല അല്ലെ, അപ്പോഴത്തേക്കും എന്താണ്, സ്കൂട്ടറിന് നെറ്റ് അല്ലെ, അതിന്റെ ഒരു ക്രൂഷ്യൽ നെറ്റാണ്. ആ ഒരു ക്രൂഷ്യൽ നെറ്റ് എന്ന് പറയുന്നത് അല്ലെ എന്താണ് ഇവിടെ എന്ന് ആലോചിച്ച് നോക്ക്. വുമണും മാനും, ഇവിടെ മാൻ ആൻഡ് വുമൺ എന്ന് മാത്രമാണ് പറയുന്നത്. അവർക്ക് നഷ്ടപ്പെട്ട ആ ഒരു ക്രൂഷ്യൽ നെറ്റ്, അതെന്താണ്, അവരുടെ ആ ഒരു യോജിപ്പ് അല്ല, അത് ഇല്ല എന്നുള്ളതാണ്. സോ നമ്മൾ അല്ലെ നോക്കിയാൽ മതി, നമ്മുടെ ആ ഒരു അപ്രോച്ച് അല്ലെ, കാര്യങ്ങളുടെ നേർക്കുള്ള അപ്രോച്ച് ഒരു നെഗറ്റീവ് ആണെങ്കിൽ ജീവിതത്തിൽ ഒരു കാര്യവും ശരിയാവാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇഫ് യു ആർ പോസിറ്റീവ്, എവറിത്തിങ് ഈസ് പോസിബിൾ എന്നുള്ളതാണ്. സോ അവിടെ അല്ലെ ചെറിയൊരു ആറ്റിറ്റ്യൂഡ്, ഇവരിങ്ങനെ അല്ലെ കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ സ്കൂട്ടറിൽ കയറുമ്പോൾ എന്ത് ചെയ്യും അല്ലെ, സ്വയം ഒന്ന് പ്രട്ടൻഡ് ചെയ്യും അല്ലെ, ഞാൻ നിന്നെ തൊട്ടു അല്ലെ, ഇപ്പോഴും അല്ലെ പഴയ അതിന്റെ ടേസ്റ്റ് ഒന്നും പോയിട്ടില്ല എന്നുള്ള ഒരു ഓർമ്മിപ്പിക്കലാണ് അത്. ഓർമ്മിപ്പിക്കൽ എന്ന് പറയുമ്പോൾ ഒരു തരം പ്രകടനമാണത്. And the child got up the scooter first and then the man. So എന്താണ്, വുമൻ ആൻഡ് ചൈൽഡ് അല്ലെ ഗോട്ട് ഓഫ് ദ സ്കൂട്ടർ ഫസ്റ്റ്. ആദ്യമല്ലേ അവരെന്ത് ചെയ്യാണ്, സോ ലൈറ്റ് വെയിറ്റ് ഉള്ളവരെല്ലാം അല്ല ആദ്യം അങ്ങ് ഇറങ്ങുക എന്നുള്ളതാണ്. സോ ഹെവി ആയിട്ടുള്ള ആളല്ലേ സ്കൂട്ടർ ഒന്ന് താങ്ങി നിർത്തട്ടെ എന്നുള്ളതാണ്. സോ അല്ലെ പേട്രിയാക്കൽ സിസ്റ്റത്തിൽ അത് തന്നെയാണ് അല്ലെ, എന്താണ്, ഉത്തരവാദിത്വം മുഴുവൻ ഞാൻ എടുക്കാം അല്ലെ, നിങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് നിൽക്കുക, കാരണം അല്ലെ ഞാനാണ് പുരുഷൻ, ഐ ആം ദ മെയിൽ എന്നുള്ളതാണ്. സോ ലൈറ്റ് വെയിറ്റ് ഉള്ളവരെയൊക്കെ അങ്ങ് കുറച്ച് അങ്ങോട്ട് വെച്ചു. Then the man അല്ലെ, അതാണ് മാൻ, അവനാണ് എപ്പോഴും അല്ലെ, ആരൊക്കെ ഇല്ലാണ്ടായാലും നിലനിൽക്കേണ്ടത് അവൻ മാത്രമാണ്. സോ പേട്രിയാർക്കിയിൽ അല്ലെ എന്തൊക്കെ രീതിയിൽ കറങ്ങി അല്ലെ ആ ഒരു പമ്പരം ഇങ്ങനെ വന്നാലും ആ ഒരു അവസാന പോയിന്റ് ആരിൽ മാത്രമേ നിൽക്കാവൂ, ആ പോയിന്റ് അല്ലെ, ആ പോയിന്റിൽ ഒരൊറ്റ പേരേ ഉണ്ടാവാൻ പാടുള്ളൂ. ദ നെയിം ഓഫ് എ പേറ്റർ അല്ലെ, നെയിം ഓഫ് എ മെയിൽ ഫിഗർ അല്ലെ, ആ ഒരു എന്താ പറയുക, നമ്മളെ ഗൃഹനാഥൻ എന്ന് പറയുന്നത് ഏതാണ്. Pushed under the shade of a tree by the roadside. സോ അല്ലെ സ്കൂട്ടർ എന്താണ്, ഹീവ്ഡ് അല്ലെ, ഹീവ്ഡ് പറഞ്ഞാൽ ലിഫ്റ്റഡ് അല്ലെ, രണ്ടാളും അല്ലെ മെല്ലനെ, ആരാണ് എടുക്കുന്നത് ഇവിടെ, ഹസ്ബൻഡ് ആയിരിക്കാം അല്ലെ, കാരണം വൈഫിന്റെ കയ്യിൽ ആരുണ്ട്, കുട്ടി ഉണ്ട്, ഒരു ചെറിയ കുട്ടിയാണ്. സോ കുട്ടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടെ അല്ലെ നമ്മൾ പറഞ്ഞു എപ്പോഴും അല്ലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഓക്കെ അല്ലെ, സ്ത്രീകളെ മാറ്റി നിർത്തി, കാരണം ഒരു പ്രശ്ന പരിഹാരകരായിട്ട് അല്ലെ സ്ത്രീകൾക്ക് ഒരു റോള് കൊടുത്താലല്ലേ അവളങ്ങ് കയറിക്കറിയും അല്ലെ, അവളെ പിന്നെ അങ്ങ് പടർന്ന് പന്തലിച്ചറിയും. സോ മെല്ലെ നമ്മൾ അവിടെ ഒന്ന് അല്ലെ, ഇത് എന്റെ പണിയാണ് അല്ലെ, നീ എന്ത് ചെയ്യ, നിന്റെ പണി എടുക്ക് അല്ലെ, നിന്റെ പണി നിന്റെ കയ്യിലുണ്ട് അല്ലെ, കുട്ടിയെ നോക്കിയാൽ മതി അല്ലെ, നീ ഇതിലൊന്നും ഇടപെടണ്ട എന്നുള്ളതാണ്. സോ അങ്ങനെ ആവുമ്പോൾ മാത്രമേ എനിക്ക് എന്ത് പറ്റുള്ളൂ, എന്റെ ആ ഒരു ഡോമിനേഷൻ അല്ലെ അത് അതുപോലെ അങ്ങ് നിലനിർത്താൻ പറ്റുള്ളൂ, പുരുഷന്റെ ആ ഒരു ഡോമിനേഷൻ.
ഒരു എന്താണ് അല്ലെ കൈയൊക്കെ മടക്കി കെട്ടി അവൻ വരികയാണ് അല്ലെ, അതും എടുത്ത് തല ഒന്ന് തള്ളി തന്റെ ഫലം അല്ലെ കായഫലം കാണിക്കുകയാണ്. പുഷ്ഡ് അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ദ ട്രീ ബൈ ദ റോഡ് സൈഡ്. സോ ഒരു റോഡ് സൈഡിൽ ഒരു ഷെയ്ഡിൽ അല്ലെ വെച്ചു എന്നുള്ളതാണ്. സോ അവൻ എന്താണ്, നമുക്ക് കാണാൻ പറ്റും ഇതിൽ വേറൊരു പ്രശ്നം. ഇവിടെ നമ്മൾ കഥയിൽ അങ്ങോളം ഇത് പറയാം, ഓർമ്മിപ്പിക്കാം. കാരണം പലതും ഞാൻ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ വെറുതെ എന്നെ കൊണ്ട് മാത്രം പറയിച്ച് അല്ലെ മനസ്സിലാക്കാതെ നിങ്ങൾക്കും എന്ത് ചെയ്യാം, ഇടയ്ക്കല്ലേ ഇങ്ങനെ കൊത്തിപ്പെറുക്കി എന്തെങ്കിലും നമുക്കല്ലേ എക്സ്ട്രാ കിട്ടാമെന്നുള്ളതാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. സ്ത്രീയെ അല്ലെ ഒരിക്കലും അവൻ രംഗത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കാനില്ല എന്നുള്ളതാണ്. അല്ല, അനുവദിച്ചാലല്ലേ എന്താണ് അവളുടെ കഴിവിലുള്ള അവിശ്വാസ്യത അല്ലെ അവൻ എപ്പോഴും എക്സ്പ്രസ് ചെയ്യാണ്. സോ അതാണ് അവനാണ് അല്ലെ തള്ളിയിട്ട് ആ വണ്ടി ആ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി കുറച്ചൊരു ഷെയ്ഡിലോട്ട് മാറ്റി വെച്ചു അല്ലെ, തണലിലോട്ട് അവൻ കൊണ്ടുപോയി എന്നുള്ളതാണ്. സോ അവിടെയല്ലേ സ്ത്രീ എന്താണ്, സ്ത്രീക്ക് അല്ലെ ജോലി എടുക്കാനോ അവളെ അല്ലെ ആ ഒരു വിധത്തിൽ വളർന്ന് പന്തലിക്കാനല്ലേ അവളെ സമ്മതിക്കില്ല. നീ അല്ലെ ജോലിക്കൊക്കെ പോയിക്കോ എന്നുള്ളതാണ്. പലരും അല്ലെ ഭയങ്കര വിശാല മനസ്കർ എന്നുള്ള രീതിയിലുള്ള അല്ലെ ഈ മനസ്സ് മൂടിക്കെട്ടി ജീവിക്കുന്ന പലരും അല്ലെ ഇങ്ങനെയാണ്. അത് എന്താണ്, പൈസ എങ്ങനെയെങ്കിലും കിട്ടും എന്നുള്ളതാണ്. ബട്ട് നീ അല്ലെ എന്താണ് നിന്റെ തല ഞാൻ ഇടയ്ക്കിടയ്ക്കല്ലേ നമ്മൾ ഈ വർഷത്തിൽ ചെടികൾ ഇങ്ങനെ തലമുറിച്ചു കൊടുക്കും പോലെ അല്ലേ അത് ഞാൻ ചെയ്തോളാം, അല്ലെ നീ ജോലിക്കൊക്കെ പോയിക്കോ, പക്ഷെ അങ്ങനെ അങ്ങ് പടർന്നങ്ങ് പന്തലിക്കൊന്നും വേണ്ട എന്നുള്ളതാണ്. ഈ കഥ ഇടയ്ക്ക് എത്തുമ്പോഴൊക്കെ വൈഫ് പറയുന്നുണ്ട്, നിങ്ങളെയല്ലേ നിങ്ങൾക്ക് ഇത് കഴിയില്ലെങ്കിൽ ഞാൻ ചെയ്യാം, നിങ്ങൾ കുട്ടിയെ പിടിക്കുകയെന്ന്. സോ അല്ലെ സ്ത്രീ അവള് തയ്യാറാണ്. ആധുനിക ലോകത്തെ സ്ത്രീ എന്താണ് പണിയെടുക്കാനും പുറത്തു പോകാനും അവരൊക്കെ തയ്യാറാണ്. പക്ഷെ എന്താണ് പുരുഷനല്ലേ അപ്പോഴും അവളെ എവിടെയൊക്കെയോ പിടിച്ച് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഫെമിനിസം ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അല്ലെങ്കിൽ അല്ലേ നമുക്ക് ആ പ്രശ്നമില്ലെങ്കിൽ നമ്മൾ പിന്നെ അല്ല അത് ഇങ്ങനെ ഊതിപ്പെരുപ്പിക്കേണ്ട കാര്യമില്ല. അല്ല നമ്മൾ ഈ ട്രാൻസ്ജെൻഡറോ ഗേസ് അല്ലെ ലെസ്ബിയൻ സ്റ്റഡീസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ലോകത്തിൽ അല്ലെ പണ്ട് എംബയിൽ തുടങ്ങിയ ഡിസ്കഷൻ ആൻഡ് ഫെമിനിസം എവിടെയും എത്തിയിട്ടില്ല അല്ലെ. അപ്പൊ പിന്നെ ഈ ട്രാൻസ്ജെൻഡർ മറ്റേതും അല്ലെ മറിച്ചേതും എവിടെ എത്താനാണ്, ഏത് നൂറ്റാണ്ടില് അല്ലെ ആണ് അതിന്റെ ഭാവി എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇനി അടുത്ത ലൈന് നോക്കി. It was subjected to a thorough examination from the sides, along its length and vertically. So അത് അല്ലേ അതിലും വലിയൊരു തമാശയാണ്. നോക്ക്, ഒരു സെന്റൻസും അല്ലെ വളരെ ആഴമുള്ള സെന്റൻസ് ആണ്. സോ ഇറ്റ് വാസ് സബ്ജക്റ്റഡ് ടു എ തറോ എക്സാമിനേഷൻ അല്ലെ. പുരുഷൻ ഒന്ന് സംഭ്രമനായി അല്ലെ, അയ്യോ വണ്ടി നിന്നോ. സോ എന്താണ് കാര്യം നോക്ക്. A scooter that loses a nut certainly perplexes man. അല്ലെ എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. സോ അല്ലെ പുരുഷൻ നമ്മൾ സ്കൂട്ടറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് വണ്ടി നിന്നു. അപ്പൊ എന്തായാലും അല്ലെ സ്ത്രീ പുരുഷനെ ഒന്ന് നോക്കും, എന്താ ഇത് പറ്റിയേ അല്ലെ വണ്ടി നിന്നല്ലോ അല്ലെ. അപ്പോ പുരുഷൻ അല്ലെ സ്വന്തം കഴിവുകേടിലേക്കൊന്ന് നോക്കും അല്ലെ, നോക്കേണ്ടി വരും. അപ്പൊ അവനല്ലേ ആകെ കൂടി ഇൻഫീരിയർ ആകും. ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അവൻ എന്ത് ചെയ്യും, പല വിധത്തിലല്ലേ മറ്റ് ശകാരങ്ങളായിട്ടും അല്ലെ അവളെ കുറ്റപ്പെടുത്തുന്നതിലൂടെയൊക്കെ തീർക്കാൻ നോക്കും. ഒരു തരത്തിലല്ലേ വളരെ സൈക്കോളജിക്കലായിട്ട് നമ്മൾ ആ ഒരു സൈക്കോളജിക്കൽ ലെവലിൽ ഡീപ്പായിട്ട് വായിക്കണം. സോ ഇങ്ങനെ വരുമ്പോൾ അല്ലെ പെട്ടെന്ന് ഒരു പുരുഷൻ അല്ലെ എന്ത് ചെയ്യാണ്, വണ്ടി വന്നോണ്ടിരിക്കുകയാണ്, നിന്നു. അപ്പോൾ അല്ലെ എന്താണ് പറ്റിയത് അല്ലെ എന്ന് ഭാര്യ നോക്കുമ്പോൾ ഒന്ന് മുഖത്ത് നോക്കിയേ വേണ്ടു. അപ്പോഴത്തേക്ക് അവൻ ആകെ ഡിസ്റ്റർബ്ഡ് ആവാൻ തുടങ്ങും. അല്ല പിന്നെ പലപ്പോഴും ഡിസ്റ്റർബ്ഡ് ആകുന്ന പുരുഷന്മാരല്ലേ എന്താ ചെയ്യുക, ദേഷ്യം അല്ലെ ആങ്കർ കാണിക്കലായിരിക്കും. അതിലൂടെയുള്ള ഒരു തരം അല്ല എന്താ പറയാ ഒഴിഞ്ഞു മാറൽ, അല്ലെങ്കിൽ എന്താണ് ഒരു തരം പ്രകടനം കാണിച്ചല്ലേ നമ്മൾ കുറച്ച് ഓം ക്രീം ക്രീം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പൊടിപാറ്റി അല്ലെ സ്വയം രക്ഷപ്പെടലാണ്. സോ അതപ്പോ ഇവിടെ നോക്കി. സോ അല്ലെ ഞാനിത് നല്ലപോലെ ഓടിച്ചു വന്നതാണല്ലോ അല്ലെ, എന്താ ഇതിങ്ങനെ സ്റ്റക്കാവാൻ വഴിയില്ലല്ലോ. അതൊരു തറോ എക്സാമിനേഷൻ ആണ്. കാരണം അല്ലെ ഞാനാണ് ആരെ വണ്ടി ഓടിക്കുന്നവൻ ഞാനാണ് അല്ലെ, ഞാനാണ് ഈ ഫാമിലി റൺ ചെയ്യുന്നത്. സോ എന്റെ കഴിവുകേടായിട്ട് ആരും അത് വിലയിരുത്തരുത്. അതുകൊണ്ട് എന്താണ് ഞാൻ 4 ഭാഗത്തു നിന്ന് അത് അല്ലെ വന്ന് പരിശോധിക്കുകയാണ് എന്താ പറ്റിയത്. A scooter that loses a nut certainly perplexes man അല്ലെ. കഥാകാരി പറയാണ് ഒരു സ്കൂട്ടർ അല്ലെ നട്ട് പോയ ഒരു സ്കൂട്ടർ ആണെങ്കിൽ അല്ലെ അതെന്തായാലും അല്ലെ ആൾക്കാരെ സംഭ്രമരാക്കും. എസ്പെഷ്യലി ഒരു
പുരുഷനെ. സോ പുരുഷൻ അല്ലെ എന്താണ് തന്റെ കഴിവുകേടായിട്ട് അത് മറ്റുള്ളവർ വിലയിരുത്തുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. സോ അല്ലെ എന്താണ് എന്തോ പറ്റിപ്പോയി അല്ലെ, സ്കൂട്ടറിന് എന്റെ ഓടിക്കലിന്റെ പ്രശ്നമല്ല, അത് സ്കൂട്ടറിന്റെ മേലെയുള്ള എന്തോ പ്രശ്നമാണ്. അതാണ് അവൻ എന്ത് ചെയ്യുന്നത്, തന്റെ കയ്യിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിന് പകരം എന്ത് നോക്കുന്നത്, സ്കൂട്ടറുമല്ലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറ്റിയത് അല്ലെ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയിൽ നിന്നും ഇറങ്ങി അല്ലെ വന്ന് 4 തലക്കലും പരിശോധിക്കുകയാണ്. ചില ഫാമിലീസിലൊക്കെ എങ്ങനെ 4 ഫാമിലി വീട്ടിന്റെ 4 ഭാഗത്ത് ഇറങ്ങി നോക്കിയാലും കാണില്ല എന്താ വീട്ടിന്റെ ഉള്ളിൽ പ്രശ്നമെന്ന് വീട്ടുകാർക്ക് തന്നെ അറിയാത്ത അവസ്ഥയാണ്. പിന്നെ ഇവിടെ വേറൊരു വായനയും സാധ്യമാണ് ഇവിടെ, കാരണം നമ്മൾ ഇത് ഇങ്ങനെ വേറൊരു രീതിയിൽ വായിക്കണം. സെക്ഷൽ റീഡിങ്, ഒരു തരം സെക്സ് അല്ലെ സ്റ്റോറി, അല്ലെങ്കിൽ ഒരു സെക്ഷൽ ആയിട്ടുള്ള റെഫറൻസ് അല്ലെ ഇംപ്ലിക്കേഷൻസ് കിട്ടുന്ന ഒരു സ്റ്റോറി എന്നുള്ള രീതിയിൽ വായിക്കണം ഇവിടെയൊക്കെ. കാരണം സ്കൂട്ടർ അല്ലെ അത് നമുക്കറിയാം അല്ല, പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലേ, ഒരു ഓട്ടോറിക്ഷയിൽ പോകുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും. സോ ഒരു സെക്സ്വൽ ആക്ഷൻ അത് ഓർമ്മിക്കുക, ഒരു സെക്സിൽ ഏർപ്പെടുന്ന സ്ത്രീയും പുരുഷൻ. സോ സ്കൂട്ടർ സ്പീഡുള്ള ഒരു പുരുഷൻ. സോ ഓഫ് കോഴ്സ് അല്ലെ അവൻ പെട്ടെന്നൊന്ന് അല്ലെ അവനൊന്ന് തളർന്നോ എന്നുള്ളതാണ്. സോ ഒരു റൈഡിങ് എന്നുള്ള ആക്ഷൻ അല്ലെ. സോ നമുക്ക് എന്തുണ്ട്, സ്കൂട്ടറിന്റെ അപ്പുറത്ത് ബൈക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിക്കണം. സോ ബൈക്ക് റൈഡിങ് അല്ല, അവിടെ റൈഡിങ് ആണ്, ഓടിക്കൽ. സോ ഓടിക്കുക എന്ന് പറയുമ്പോൾ ഒരു സെക്ഷൽ കൊണോട്ടേഷൻ അവിടെ വരുന്നുണ്ട് അല്ലെ. പലപ്പോഴും റൈഡിങ് എന്ന് പറയുന്നത് അല്ലെ നമ്മൾ ഹോസ്, കുതിര ശക്തിയൊക്കെ നമ്മൾ ഒരു പുരുഷ കരുത്തിന്റെ മേലെ അല്ലെ ഉപയോഗിക്കുന്ന സിമ്പിൾസ് ആണ്, ബിംബങ്ങളാണ്. സോ അത് അല്ലെ അവന്റെ ഓടിക്കൽ അല്ലെ, സ്കൂട്ടറാണ് അവനെ ഓടിക്കുന്നത്, എന്നിട്ട് അതുപോലെ ഒന്നും മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റുന്നില്ലല്ലോ മോനെ എന്നുള്ളതാണ്. സോ നട്ട് പോയോ നിന്റെ എന്നുള്ളതാണ് അല്ലെ അവള് ഒന്ന് നോക്കുമ്പോ അല്ലെ കാണുന്നത്. അത് നമ്മൾ ക്ലിയർ ആയിട്ട് ഈ കഥയിൽ മനസ്സിലാവും. കാരണം എപ്പോഴും അത് വ്യക്തമാകാന്ന് വെച്ചാൽ അല്ലെ അടുത്തൂടെ ഒരു ബൈക്കിൽ ഒരു നല്ല അല്ലെ സുന്ദര കോമളൻ പോകുമ്പോൾ അവളൊന്ന് നോക്കുകയാണ്, ആഹാ അതിലൊന്ന് പോയാൽ എന്താ എന്നുള്ളത്. സോ അല്ല അതിലൊക്കെ എന്താണ് ഒരു ഉൾധ്വനി എന്ന് പറയുന്നത്. സോ അല്ലെ ഇവിടെ നമ്മൾ ഹസ്ബൻഡിനെ മാത്രം കുറ്റപ്പെടുത്തരുത്, ഇവിടെ അതും കൂടി നമ്മൾ നോക്കണം. കാരണം അല്ലെ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാകുമ്പോൾ അല്ലെ നമ്മൾ കാണാറുണ്ട് പലപ്പോഴും ഇപ്പൊ മിഡിൽ ക്ലാസ്സിൽ ഒളിച്ചോടുന്ന പല സ്ത്രീകളും എന്താണ് മിഡിൽ ക്ലാസ്സിലെ സ്ത്രീകളായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എസ്പെഷ്യലി ഒരു വിവാഹം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി, വലിയ മുതിർന്ന കുട്ടികളൊക്കെ ആയി കഴിഞ്ഞിട്ടും ഒളിച്ചോടുന്ന സ്ത്രീകളെ പലപ്പോഴും ഭൂരിഭാഗവും മിഡിൽ ക്ലാസ് ഫാമിലീസിലെ ആൾക്കാരായിരിക്കും. ഹൈ ക്ലാസ്സിലുള്ളവർ അത് എന്താ ചെയ്യാൻ ആണ് അതെങ്കിൽ അവരത് മെല്ലെ ഒരു സൈഡിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിവുള്ളവരാണ്. അവർക്ക് അവിടെ അതിനൊന്നും ആവശ്യമില്ല. ബിസിനസ് ഫ്രണ്ടായിട്ടോ അല്ല അങ്ങനെയൊക്കെ അവർ അതിന് ഡീൽ ചെയ്തങ്ങ് പോയിക്കോളും. ഒരു മിഡിൽ ക്ലാസ്സിലുള്ള സ്ത്രീകൾക്കാണ് അല്ലെ ഈ സ്കൂട്ടറിൽ നിന്നൊന്ന് ചാടി അല്ലെ ബൈക്കിലൊന്ന് കയറിയാലോ അല്ലെ എന്നുള്ളൊരു ആഗ്രഹം. അല്ലെങ്കിൽ അല്ലെ ഇതിൽ നിന്ന് അല്ലെ ഇവിടെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമ്മൾ സഹകരണമില്ലായ്മയിൽ ആ ഒരു സ്ത്രീയുടെ പങ്കെന്താണ്, അതാണ് ഇവിടെ നമ്മൾ അങ്ങനെയാണ് ഇവിടെ നമ്മൾ വായിക്കേണ്ടത്. കാരണം പുരുഷൻ മാത്രമല്ല എല്ലാത്തിലും ഒരു, കാരണം നമ്മൾ അങ്ങനെ കുറ്റപ്പെടുത്തരുത് അല്ലെ, അത് ശരിയായ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല. നമ്മൾ പറയും അല്ലെ 2 കൈ മുട്ടിയാലേ ഒച്ച വരും. സോ ഒരു സ്ത്രീയുടെ പങ്ക് എന്താണ് ഇവിടെ? നമ്മൾ പറഞ്ഞു അല്ലെ ബൈക്ക് വരുമ്പോൾ അവൾ പിന്നെ ആ ബൈക്കിൽ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് എന്താ കാര്യമുള്ളത്? സോ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഹസ്ബൻഡും വൈഫും ഒരിക്കലും ഈ കഥയിൽ ഒരുമിച്ച് നിൽക്കുന്നില്ല. മിഡിൽ ക്ലാസ് ഫാമിലിയിലെ പ്രശ്നം അത് തന്നെയാണ്. സോ അല്ലെ ദേ ആർ നോട്ട് ഏബിൾ ടു സ്റ്റാൻഡ് ടുഗദർ ആസ് അല്ലെ അണ്ടർ ദ ഫീലിംഗ് ദാറ്റ് വി ആർ വൺ അല്ലെ വി ആർ എ ഫാമിലി. ബിക്കോസ് അല്ലെ അവരുടെ കണ്ണ് രണ്ടും 2 ഭാഗത്താണ്. പുരുഷൻ അല്ലെ സ്വയം കേമത്തം കാണിക്കാൻ നോക്കുകയാണ് ആ വണ്ടി നന്നാക്കിയിട്ട്. സോ സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അല്ലെ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഒന്ന് മാറി ഞാൻ നോക്കട്ടെ എന്ന്. പക്ഷെ അവർക്ക് ഒരു അവസരവും അവൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇവനെ കൊണ്ട് ഇത് ഓടിക്കാനല്ലേ ഈ ഒരു പാട്ട സ്കൂട്ടർ അല്ലേ ഓടിക്കാനും പറ്റുന്നില്ല, അവനാണെങ്കിലല്ലേ എന്നെ ഒന്നും സമ്മതിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്താണ്, അപ്പോൾ അല്ലെ ഒരു സ്ത്രീ പുറമെ സ്വാഭാവികമായും അല്ലെ എന്ത് ചെയ്യാം, എല്ലാ സ്ത്രീകളും അങ്ങനെയാണോ എന്ന് പറഞ്ഞല്ലേ സ്ത്രീയെ അപമാനിച്ചു എന്നൊന്നും പറയണ്ട.
അല്ലെ. സോ പലപ്പോഴും അല്ലെ ഈ കഥയിലെ സ്ത്രീയാണ് ഞാൻ പറയുന്നത്. അവരെ നോക്കുക, അവർ പുറത്തോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മൾ കണ്ട് കാഴ്ച മടുത്തു അല്ലെ. ഇതിങ്ങനെ കയറാൻ നോക്കുന്നു, സ്റ്റെക്ക് ആവുന്നു, കയറാൻ നോക്കുന്നു, സ്റ്റെക്ക് ആവുന്നു. സോ മടുത്തു എന്നുള്ളതാണ്. സോ എന്തുകൊണ്ടല്ലേ ഒരു ബൈക്കിൽ പോയിക്കൂടാ എന്നുള്ള ആഗ്രഹം ഒരു സ്ത്രീക്ക് വരാം എന്നുള്ളതാണ്. സോ എസ്പെഷ്യലി അല്ലെ അവിടെ അധികം അല്ലെ ചിന്താശേഷിയോ അരിസ്റ്റോട്ടിലോ അല്ലെ ഒന്നും അല്ലാത്ത ഒരു ആൾക്കാർ എന്നുള്ളതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എല്ലാവരെയും ജനറലൈസ് ചെയ്ത് അങ്ങ് അല്ലെ എന്താണ് സ്വയം വെള്ളപൂശലൊന്നും അല്ല. ഒരു ആലോചിക്കാനുള്ള ഒരു അവസരമായിട്ട് എടുത്താൽ മതി ഈ ഒരു കഥയെ. നമുക്ക് ആലോചിക്കാനായിട്ട് പലതും മറന്നു പോകുന്ന അല്ല ഈ ലോകത്തിൽ നമുക്ക് ഒന്ന് അല്ലെ സ്വയം ഉള്ളിലോട്ട് നോക്കാനുള്ള ഒരു കഥ ആയിട്ട് എടുത്താൽ മതി. I think we will stop here. We will continue with the rest of the story in the next class.